വിശ്വസിക്കുന്നവർ ഏറ്റു പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ ഒരു രോഗത്തിനോ ഒരു വേദനയ്ക്കോ ഒരു ദാരിദ്ര്യത്തിനോ ഒരു കഷ്ടതയ്ക്കോ എന്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടിരുന്ന കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ജാതികളുടെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്കായി ഇന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾക്കായി, കർത്താവിന്റെ അത്ഭുതങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയുടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വലിയ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നല്ലോ. ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സിസ്റ്ററെ പുഷ്പാസ്റ്ററെ റെഡിയാണോ? കേൾക്കുന്നുണ്ടോ? റെഡിയാണ്. ഞാൻ കോസ്റ്റ് ആക്കിയിട്ടുണ്ടേ. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ God bless you. നമുക്ക് വേഗത്തിൽ തന്നെ കർത്താവിന്റെ വചനത്തിലേക്ക് ഇന്ന് പോകാം. Let's go to the word of God today. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം എടുക്കാം. I'll take up a scripture for today's blessings. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. 1 Corinthians 9:16. അവിടെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിലോ, ഒരു മിനിറ്റ് വീഡിയോ. Though I preach the gospel, I have nothing to glory of. ഒരു സെക്കൻഡ്, ഞാൻ ഈ വീഡിയോ ഒന്ന് റെഡി ആയിക്കോട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. അപ്പൊ ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത് പോലെ ഒരു വാക്യം നോക്കിയാൽ, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിലോ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. For though I preach the gospel, I have nothing to glory of, for necessity is laid upon me. നിങ്ങൾ ആ വാക്ക് കണ്ടോണം. സുവിശേഷം എന്റെ മേൽ നിർബന്ധം കിടക്കുന്നു. I am compelled to do this. നമുക്കറിയാം, നിങ്ങൾ ആ വാക്ക് കണ്ടോണം. കർത്താവിന്റെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, എനിക്ക് എന്റെ മേൽ സുവിശേഷത്തിന്റെ ഒരു നിർബന്ധം കിടക്കുകയാണ്, കമ്പൽസറി ആയിട്ട് അത് കിടക്കും. അല്ലെ സിസ്റ്റർ? അങ്ങനെ എഴുതിയേക്കുന്നത് അല്ലേ? കമ്പൽസറി അല്ലേ? അത് നമ്മൾ നിർബന്ധമായും ചെയ്യണം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. We should spread the gospel compulsorily. അവിടെ ആ കമ്പൽസറി എന്ന പദത്തിന് അല്ലെങ്കിൽ നെസസിറ്റി എന്നുള്ള പദത്തിന് കൊടുത്തേക്കുന്ന അതിന്റെ ഒരു ഗ്രീക്ക് വേർഡ് ഞാൻ നോക്കിയപ്പോൾ അതിന്റെ അർത്ഥം ഒരു വ്യാഖ്യാനിച്ചിരിക്കുന്നത് ബൈ ദ ലോ ഓഫ് ഡ്യൂട്ടി റിഗാർഡിംഗ് 2 months. അതായത് നമുക്കൊരു നിയമത്തിന്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു നിർബന്ധമാണ് കൊടുത്തിരിക്കുന്നത്. Greek says it is lawful compulsion. അപ്പൊ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും, ഈ നിയമത്തിന്റെ അകത്ത് അല്ലെങ്കിൽ സുവിശേഷം നമുക്ക് ഒരിക്കലും സുവിശേഷം പറയുക എന്നുള്ളത് ഒരു അപേക്ഷയല്ല, ഒരു നിയമമാണ്. Spread the gospel, preach the gospel it's a law. എന്തുകൊണ്ടാണ് അതൊരു നിയമമാകാൻ കാരണം? Why it is a law? കാരണം ഈ സുവിശേഷത്തിന്റെ ഉത്ഭവം ഒരു രാജ്യത്തിൽ നിന്നാണ്. It originates from a kingdom. മത്തായി സുവിശേഷം, ഞാൻ ഈ വാക്യം അയച്ചിട്ടില്ലായിരുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ച് അവരുടെ പള്ളിയിൽ ഉപദേശിച്ചു. രാജ്യത്തിന്റെ, ആ വാക്ക് മാത്രം ഇഷ്ടം ഹൈലൈറ്റ് പറഞ്ഞാൽ മതി. മാത്യു ചാപ്റ്റർ 4:23 ആണ്. രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും. To spread the news of the kingdom.
gospel of the kingdom. നോക്കിക്കേ, ഗോസ്പൽ ഓഫ് ദ കിങ്ഡം, അതായത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 21 പറയും ഈ സുവിശേഷത്തിന്റെ വരവ് ഒരു രാജ്യത്തിൽ നിന്നാണ്. The gospel comes from a kingdom. അപ്പൊ ഈ കിങ്ഡത്തിന്റെ പ്രത്യേകത ഇവിടെയുള്ള ക്ലിയർ ആയല്ലോ? ഓക്കെ, ഞാൻ ഒന്ന് ക്ലിയർ ആക്കിയതായിരുന്നു. നോക്കുക, ഇവിടെ വചനം പറയുന്നു, യേശുക്രിസ്തു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലെ സകല ദീനത്തെയും വ്യാധികളെയും സൗഖ്യമാക്കുകയും ചെയ്തു. Jesus was preaching the gospel of the kingdom and was healing all manner of sickness അപ്പൊ and manner of diseases. സുവിശേഷം എന്റെ മേൽ നിർബന്ധമെന്ന് പൗലോസ് പറയാൻ കാരണം ബൈ ലോ ഓഫ് ഡ്യൂട്ടി, എന്റെ അർത്ഥം ഒരു നിയമത്തിന്റെ അകത്ത് നമുക്ക് വന്നിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് സുവിശേഷം അറിയിക്കുക. അതിന്റെ അർത്ഥം ദൈവരാജ്യത്തിന്റെ നിയമമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. That is why Paul says it is a duty, it is a compulsory duty of a believer to നമുക്കറിയാം, preach the gospel. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോവാണ് നിങ്ങളോട് എല്ലാവരോടും. You want to ask a question? ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്, നിങ്ങൾ ഇത്രയും നാളും പലയിടങ്ങളിൽ വചനം കേട്ടവരാണ്, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? What do you mean by spreading the gospel or preaching the gospel? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഒന്ന് പറയാം, ഒന്ന് ഷെയർ ചെയ്യോ? What do you understand by gospel? യേശുവിനെ കുറിച്ച് എല്ലാവരും അറിയാം. യേശു ജീവിച്ചത്, യേശു മരിച്ചത് പാപികളായ നമ്മൾക്ക് വേണ്ടിയാണെന്ന് അറിയിക്കുന്നത്. നമ്മൾ പൊതുവെ നമ്മുടെ ഇടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. Many of us are mistaken. സുവിശേഷം അറിയിക്കുക എന്നുള്ള ആ വചനം, Preach the gospel means ഒന്ന് ഞാൻ പറയുന്നു, ഇത് ദൈവത്തിന്റെ അപേക്ഷയല്ല, നിയമമാണ്. it is not a request from God, it is a compulsory law. രണ്ട്, സുവിശേഷം എന്ന് പറഞ്ഞാൽ, Gospel means നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, യേശുക്രിസ്തു പറഞ്ഞു മർക്കോസിന്റെ സുവിശേഷം, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം. യു ഗോ ഇൻ ടു ദ വേൾഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ് ടു ഓൾ ക്രിയേഷൻ എന്ന് പറയുന്നത് സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. you have to preach the gospel to every creature. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തോണം, ഇത് നിങ്ങളോട് രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്നാനപ്പെട്ട ഓരോ വ്യക്തിയുടെ അകത്തും വേണമെങ്കിൽ എന്നല്ല, ഇത് നിർബന്ധമാണ്. For all believers, it is a law, it is a coercion, it is a compulsion. ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. You have to do it. അപ്പൊ സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ, യേശു ക്രൂശിൽ മരിച്ചു, കർത്താവ് നിങ്ങളുടെ പാപത്തെ മോചിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പ്രസംഗിക്കുക എന്നുള്ളതല്ല. It is not only preaching the gospel means it is not only saying Jesus died for your sins. ഒരു കോടതിയിൽ നിന്നും വന്ന ഒരു ഉത്തരവിനെ നടപ്പിലാക്കുക എന്നാണ് നമ്മുടെ ഡ്യൂട്ടി. It is like actuating a judgment from a court of law. നോക്കുക, കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നാ പറഞ്ഞേക്കുന്നത്. As a seed of David according to the flesh, Jesus was Lord, and according to the Spirit of God, Spirit of holiness, he was resurrected from the dead. അപ്പൊ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ഇത് നിങ്ങൾ പോയി എല്ലാ വീട്ടിലും പറയുക എന്ന് മാത്രമല്ല, You have to tell this. And നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നമ്മുടെ നാട്ടിൽ ഒരു കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ, suppose a court of law judges something, അവിടുത്തെ ആ ജഡ്ജി ഒരു ഉത്തരവിടുകയാണ്, ഇന്ന സംഭവം ഇന്ന് മുതൽ ആ നിയമം നടപ്പിലാക്കണം. he applies the law from today, it happens, it has to be done. എന്റെ ചോദ്യം, ഏതെങ്കിലും ജഡ്ജിമാര് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിയമങ്ങളെ നടപ്പിലാക്കിയ ചരിത്രമുണ്ടോ? Has any judges come out of the court of law and came to your house and did that one? പിന്നെ ആരാണ് നിയമം നടപ്പിലാക്കാൻ വേണ്ടി വരുന്നത്? If it is not like that, who then applies the law? ആരാണ്? നിയമം കോർട്ട് മുഖേന നമ്മളെ വക്കീല് ആ ജഡ്ജിയുടെ കോടതിയുടെ കീഴിൽ ഒത്തിരി ഉദ്യോഗസ്ഥരുണ്ട്.
The judge has so many servants under him. അതിനകത്ത് പോലീസുകാരുണ്ട്, മറ്റു പല തസ്തികയിൽ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. Polices and other law generating people. അപ്പൊ കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന നിയമത്തെ മനുഷ്യരുടെ ഇടയിൽ നടപ്പിലാക്കുവാനാണ് ഈ അധികാരികൾ വന്നിരിക്കുന്നത്. These officials come to actuate the law in the midst of people. അപ്പൊ സുവിശേഷത്തെ കുറിച്ച് 16-ാം വാക്യം 1 റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നോക്കി, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കാകുന്ന ദൈവത്തിന്റെ ശക്തിയാകുന്നു. Romans 1:16 says, I am not ashamed of the gospel of Christ, for it is the power of God unto salvation. അപ്പൊ നിങ്ങൾ And ഓർക്കുക, everyone that believes. അപ്പൊ നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിക്കകത്ത് യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു പവർ വ്യാപരിക്കുന്നുണ്ട്. When you preach the gospel, there is a power spreading inside of you. ഈ ശക്തിയാണ് സുവിശേഷത്തെ നടപ്പിലാക്കുന്ന ശക്തിയാണത്. That is what actuates the power of God into salvation. സ്വർഗത്തിലെ കോടതിയിൽ നിന്ന് നിയമം വന്നു, യേശുവിൽ ഇനി വിശ്വസിക്കുന്ന ഒരാളും പാപത്തിന് അടിമയല്ല, പിശാചിന് അടിമയല്ല, ശാപത്തിന് അടിമയല്ല, രോഗത്തിന് അടിമയല്ല. ഇത് പോയി നടപ്പിലാക്കുന്നവരാണ് സുവിശേഷകര്. So the court of law in the heaven declared that now there is no more sickness, no more sins, no more curse. So you have to actuate the judgment. നിങ്ങളൊരു വീട്ടിൽ പോയിട്ട് പറയുകയാണ്, സഹോദര, യേശു, നീ അറിഞ്ഞോ, യേശു കാൽവരി ക്രൂശിൽ നിന്റെ പാപത്തെ മോചിപ്പിച്ചു, നിന്റെ ശാപത്തെ മാറ്റി, നിന്റെ കഷ്ടത മാറ്റി, നിന്റെ രോഗത്തെ മാറ്റി. അത് നടപ്പിലാക്കുവാൻ എന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ്. If you go to a house, you should say that, did you know that the heaven has taken away all your miseries? He has a judgment to apply unto you. നമ്മൾ എപ്പോഴും പറയത്തില്ല, മർക്കൂസിന്റെ 16, നിങ്ങൾ പോയി ഭൂലോകത്തിന്റെ അറ്റത്തോളം സകല സൃഷ്ടിയോടും ഈ ഗുഡ് ന്യൂസ് അറിയിക്കണം. Mark 16 says you have to go to the end of the world and let know the gospel. നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ വീട്ടിൽ പോയിട്ട് സുവിശേഷം പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞു പോരും. What happens is many times we speak the gospel and then we say bye and come. നിങ്ങൾക്ക് ഉദാഹരണം പറയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള വാർത്ത വിളംബരം ചെയ്തു കഴിഞ്ഞു, അല്ലേ? You know that India got the independence and it is not to everyone. അപ്പം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം കുറെ ബ്രിട്ടീഷുകാർ പറയും, ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല, ഇത് ഞങ്ങളുടെ രാജ്യമാണെന്ന് പറയുവാന്നിരിക്കട്ടെ. Suppose the whites say, no, this is not your country, this is our country, so we will continue to stay here. നമുക്കറിയാം, ഇന്ത്യൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയാണ്, ഇന്ന് മുതൽ ഇന്ത്യ റിപ്പബ്ലിക് ആയിരിക്കുന്നു. From today, India has become a republic. Suppose the president is stating that. ഇന്ന് കുറെ ബ്രിട്ടീഷുകാർ പറയുവാണ്, ഞങ്ങൾ ഇവിടുന്ന് വിട്ടു പോകത്തില്ല. Some Britishers say, we will not go. ഇന്ന് മുതൽ നിയമം വന്നിരിക്കുന്നു, ഇനി ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ അടിമകളല്ല. From today, the law has been published that Indians are no more under the British. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ചോദ്യം ചോദിക്കുവാണ്, ഇന്ത്യൻ പ്രസിഡന്റ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണോ അതോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കീഴെയുള്ള ഉദ്യോഗസ്ഥരാണോ അത് നടപ്പിലാക്കുന്നത്? Is it the president or is it his officials who declares the law, who applies the law? നിങ്ങൾ പറ. ഇപ്പൊ ഒരു ബ്രിട്ടീഷുകാരൻ വന്നിട്ട് പറയുകയാണ്, ഇല്ല ഞാൻ വിട്ടുതരത്തില്ല, ഇതെന്റെ അടിമയാണ്, ഞാനായിരുന്നു ഇവിടുത്തെ അധികാരി, ഞാൻ നിങ്ങളെ വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞാൽ കുറെ ബ്രിട്ടീഷുകാർ നിങ്ങളുടെ വീട് വളഞ്ഞിരിക്കുക. അപ്പൊ നിങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റ് ആണോ എന്ന് നിങ്ങളെ രക്ഷിക്കുന്നത്, അതോ പോലീസോ പട്ടാള ഉദ്യോഗസ്ഥരാണോ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്? Suppose a British say and surround you saying, this is, you are my slave, who is going to help you, the president or his officials? നിങ്ങൾ പറയാം, ആരാ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി പോകുന്നത്? Who is going to help you out? ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞത്, സുവിശേഷം എന്റെ മേൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. നമ്മൾ പലപ്പോഴും പ്രീച്ച് ചെയ്യുകയാണ്, ആൾക്കാർ സുവിശേഷം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. See, this is what Paul said. There is a compulsion on you to preach the gospel. People are just preaching. സുവിശേഷം പ്രസംഗിക്കാനുള്ളതല്ല, സുവിശേഷം നടപ്പിലാക്കാനുള്ളതാണ്. It is not only to preach or speak, but it is to apply it. എന്റെ കൂടെ പറഞ്ഞോട്ടെ, സുവിശേഷം നടപ്പിലാക്കുവാൻ യേശു എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നവരാ.
Say സുവിശേഷം that Jesus has നടപ്പിലാക്കാൻ anointed me. നിങ്ങൾക്കറിയാം അഭിഷേകം എന്ന വാക്കിന്റെ അർത്ഥം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നതിന്റെ അർത്ഥം. Anointing means it's an appointment. ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. God has appointed you for his purpose. അപ്പൊ രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ ദൈവത്തിന്റെ ശക്തിയാകുന്നു എന്ന് വചനം പറയുന്നു. Gospel is the power of God unto salvation. നിങ്ങളുടെ അകത്ത് ഈ പവർ വ്യാപരിക്കുന്നുണ്ട്. There is a power spreading inside of ഈ you. ശക്തിക്കകത്തു നിന്നുകൊണ്ട് വിളിച്ചു പറയണം, ഈ സുവിശേഷം നടപ്പിലാക്കുവാൻ കർത്താവ് എനിക്ക് ശക്തി തന്നിരിക്കുന്നു. From this strength that is in you, you have to speak out that God has given me this authority. അതിന്റെ ഒരു തെളിവാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, അവൻ പിന്നെ ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചു, പള്ളിയിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകല ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധികളെയും സൗഖ്യമാക്കുകയും ചെയ്തു. That is why Matthew said Jesus was preaching the gospel of the kingdom and was healing all manner of sickness and manner of diseases. യേശു പറയുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന, മനസാന്തരപ്പെടുക, ബാക്കി ദൈവം ചെയ്തോളൂ എന്നല്ല പറഞ്ഞേക്കുന്നത്. Jesus didn't say that just repent so that the God of heaven will do something. കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. God has entrusted me. സുവിശേഷം പറയുവാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചെങ്കിൽ രോഗികളെ സൗഖ്യമാക്കും. അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ രോഗസൗഖ്യം വിടുതൽ എന്ന് ഞാൻ പറഞ്ഞു തരാം. What is deliverance and healing? പാപത്തിന്റെ കൂട്ടുപിടിച്ച് പിശാച് പലരെയും ബന്ധിച്ചിരിക്കുന്നതാണ് ഈ രോഗവും വ്യാധികളും പ്രതിസന്ധികളും എല്ലാം. Devil has made a company with those who are sinners to bring forth sickness. നിങ്ങൾ പോയിട്ട് ഓരോ വീട്ടിലും പറയുകയാണ്, സഹോദര കേട്ടെ, നീ ഇനി അടിമയല്ല, യേശു നിന്റെ അടിമത്തം പൊട്ടിച്ചിരിക്കുന്നു, അത് നടപ്പിലാക്കുവാൻ ദൈവം എന്നെ അധികാരിയാക്കി വെച്ചിരിക്കുന്നു. Every house you will go and say, brother, you are not a sinner anymore. Jesus has delivered you, and that is why I am here to give the deliverance to you. അതുകൊണ്ടാണ് പ്രിയരെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ലൂക്കോസിന്റെ സുവിശേഷം 10:19 പറയുമ്പോൾ ഒരു വാക്ക് നമ്മൾ പലപ്പോഴും എപ്പോഴും ദൈവസന്നിധിയിൽ ഇങ്ങനെ നമ്മൾ വിശ്വാസത്താൽ പറയുന്ന ഒരു വാക്കിൽ എന്തോ ആ വാക്ക് ഓർമ്മയുണ്ടോ? അപ്പൊ നമ്മൾ പറയുമ്പോ ഐ ഹാവ് അതോറിറ്റി ടു ട്രാംപ്ലിംഗ് ഓൺ ദ സർപ്പൻസ് ആൻഡ് സ്കോർപിയോൺ, സകല പിശാചുകളെയും പാമ്പുകളെയും തേളുകളെയും ഈ അധികാരമാണ് യഥാർത്ഥത്തിൽ നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അഭിഷേകം. This is the authority that the anointing has kept for you to apply. നോക്കിക്ക് ആ വാക്കുകൊണ്ട് നമ്മൾ വായിക്കുമ്പം ഗീവ് യു അതോറിറ്റി, പക്ഷെ നമ്മൾ വായിക്കും ഐ ഹാവ് അതോറിറ്റി എന്ന് പറയണം. എനിക്ക് ദൈവത്തിന്റെ അധികാരമുണ്ട്. I have the authority from God. അപ്പൊ എന്താ അധികാരം? എല്ലാ വീട്ടിലും പോയി സുവിശേഷം പറയുകയും കവലയൊന്നുകൊണ്ട് പ്രസംഗിക്കാനുള്ള അധികാരമല്ല. The authority is not to preach or speak the gospel. നിങ്ങളുടെ മനസ്സിന്റെ അകത്തോട്ട് കയറണം. ഞാൻ ഓരോ വീട്ടിലും പോയി സുവിശേഷം പറയുവാനും ഈ സുവിശേഷത്താൽ അവർക്ക് സ്വാതന്ത്ര്യം വരുത്തുവാനും അവരുടെ അടിമത്തത്തെ പൊട്ടിക്കുവാനും യേശുവാകുന്ന ദൈവമാകുന്ന സുപ്പീരിയർ പവർ എന്നെ അധികാരമേൽപ്പിച്ചിരിക്കുകയാണ്. Jesus has authorized me to speak the gospel, deliver them from the bondages. അപ്പൊ ഈ അധികാരം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നു. When the authority is happening inside of you, spreading inside അപ്പൊ of you. ഇതാണ് രക്ഷിക്കപ്പെടുന്നവർക്കോ ദൈവത്തിന്റെ ശക്തിയാകുന്നു എന്ന് പറയാൻ കാരണം. That is why it is called the power of God. നോക്കി, ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് സുവിശേഷം എന്റെ മേൽ നിർബന്ധമായി കിടക്കുകയാണ്. That is why Paul says it is compulsorily in me. നിങ്ങൾ ആ വാക്കുകൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, ബൈ ദ ലോ, അതായത് നിയമത്താൽ അദ്ദേഹം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. Paul says he is compelled by law. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കിപ്പം പോലീസ് ഓഫീസർ അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരോട് ഇപ്പൊ പെട്ടെന്ന് ഗവൺമെന്റ് കളക്ടർ അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു, ഇന്ന സ്ഥലത്ത് ട്രിവാൻഡ്രത്ത് പാളയത്ത് പോയി ഇന്ന കാര്യം ചെയ്യണം എന്നൊരു മെയിൽ അവർക്ക് വന്നിരിക്കട്ടെ. Suppose a government official send you a letter saying that you have to do this in Palayam now today. ഉടനെ ഇത് കേട്ട ഉടനെ ഗവൺമെന്റ് ദിവസം പറയുക, അത് കുഴപ്പമൊന്നുമില്ല, ഇപ്പം ഇന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ ആണെങ്കിലും പോയാൽ മതി എന്ന് ചിന്തിക്കാൻ പറ്റുമോ?
The government, we cannot say that, oh, tomorrow also we can do. We cannot say that. അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല? Why can't we say ഓർഡറാണ് that? അത് അപ്പൊ തന്നെ ചെയ്യേണ്ടതാണ്. മുകളിൽ നിന്നുള്ള ഓർഡർ ആയതുകൊണ്ട് കേട്ടില്ല. മുകളിൽ നിന്നുള്ള ഓർഡർ ആയതുകൊണ്ട് ആ, അതാണ് പറഞ്ഞിരിക്കുന്നത്, ബൈ ലോ ഓഫ് ഡ്യൂട്ടി. നിയമത്തിന്റെ അകത്തുള്ള ഡ്യൂട്ടിക്കകത്താ നിൽക്കുന്നത്. That is why we are not doing it tomorrow, why we are doing it today, because it is a law order from the duty of ഇതേ law. പ്രയോഗം തന്നെയാണ് നെസസിറ്റി എന്ന പദത്തിനെ അതിന്റെ ഗ്രീക്ക് വേർഡിലേക്ക് വരുമ്പോൾ പറയുകയാണ് ഒരു ഡ്യൂട്ടി, അതായത് നിയമത്തിന്റെ അകത്തുള്ള ഡ്യൂട്ടിക്കകത്താണ് വിശ്വാസി നിൽക്കുന്നത്. That is why the Bible says it is a necessity laid upon me. അപ്പൊ The നിങ്ങളുടെ Greek word അയൽപക്ക says it is നിങ്ങളുടെ duty. അയൽപക്കത്തും ഭൂമിയുടെ അറ്റത്തോളം കിടക്കുന്ന സകല ബന്ധിതരെയും മോചിതരെയും പീഡിതരെയും രോഗികളെയും തകർന്നവരെയും അവരെ സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ദൈവത്താൽ അധികാരം പ്രാപിച്ചവരാണ് ഓരോ വിശ്വാസികളും. Every believer has the duty to deliver the people from every kind of bondages. അതുകൊണ്ടാണ് യേശുക്രിസ്തു ദൈവരാജ്യത്ത് നോക്കിയ വാക്കുണ്ടോ, രാജ്യത്തിന്റെ സുവിശേഷം യേശുക്രിസ്തു പ്രസംഗിക്കുക മാത്രമല്ല, അവിടെ സകല ദീനക്കാരെയും വ്യാധിക്കാരെയും അവൻ സൗഖ്യമാക്കിയും. കണ്ടോ, Jesus was not only preaching the gospel, but he was healing all manner of sickness. എന്റെ and all കൂടെ manner of diseases. കൂടെ ഒന്ന് പറയാമോ, എന്നിലൂടെ ഭൂതങ്ങൾ പുറത്തു പോകും, രോഗികൾ സൗഖ്യമാകും, മരിച്ചത് ഉയർപ്പിക്കും, ദൈവരാജ്യം അറിയിക്കും എന്ന് പറഞ്ഞാട്ടെ. Speak with me, saying, I will heal the sick, I will deliver the demon possessed. പക്ഷെ നമ്മുടെ ഒരു കുഴപ്പമെന്ന് ചോദിച്ചാൽ, നമ്മള് ഈ അധികാരം ലഭിച്ച ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഈ നമ്മൾ പറയത്തില്ല, ഈ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഡാഷ് ലോട്ടറി അടിച്ച ആൾക്കാരെ പോലെയാ നമ്മള്. അതായത് നമുക്ക് ലോട്ടറി അടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഗുണമുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല എന്ന രീതിയിൽ നമ്മുടെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ സിസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യണ്ട, പലപ്പോഴും നമുക്കിപ്പോഴും വലിപ്പം മനസ്സിലായിട്ടില്ല. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വിശ്വാസി എന്ന് പറഞ്ഞ ചില്ലറക്കാരനല്ല, സ്വർഗത്തിൽ നിന്നും അധികാരത്താൽ അപ്പോയിന്റ്മെന്റ് ലഭിച്ച ആളാണ് വിശ്വാസി. പറഞ്ഞു സിസ്റ്ററെ. ആമേൻ. പുഷ്പ സിസ്റ്ററെ മ്യൂട്ടായി പോയെ. Believer is not a simple person. He has got authority from the heaven. അപ്പൊ നമ്മൾ പറയാ, കർത്താവ് എന്നെ കൊണ്ട് വല്ലതും നടക്കുവോ? And then suppose you are asking, will I be able to do that? അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവർക്ക് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യഹൂദനും യവനും ആരും ആയിക്കോട്ടെ, ഇത് ദൈവശക്തിയാണ്. That is why it is said it is Greek or Jew or whatever. It is the God's power. അപ്പൊ ദൈവശക്തിയാൽ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കും. നിങ്ങളുടെ ശക്തിയാണ് നിങ്ങളുടെ ബലം. God's power is your strength. നിങ്ങൾക്കറിയാം, ഈ പോലീസ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞ ഉദാഹരണം ഞാൻ എപ്പോഴും പോലീസ് ഓഫീസർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഈ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ ഇരിക്കുന്നത്? അനാക്യമല്ലനായ ഗോലിയാത്തിനെ പോലെയാണ് എല്ലാ പോലീസുകാർ ഇരിക്കുന്നത്? നിങ്ങൾ പറ. അല്ല How does the police look like? അല്ല ബ്രദറെ, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഭയങ്കര 10 അടി 20 അടി പൊക്കമുള്ള ആളാണ് പോലീസുകാരൻ. Are they high? സാധാരണ Are they tall and നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനല്ലേ പോലീസുകാര്. അതെ. പക്ഷെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരിൽ നിന്നും അവർ വ്യത്യസ്തരാണ്. But when they are in uniform, they are different from the common people. നോക്കിക്കേ, അതിന്റെ കാരണം അതൊരു അധികാരത്തിന്റെ സൈനാണ്. That is a sign of authority. പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ച നിങ്ങൾ സുവിശേഷത്തിന്റെ അപ്പോയിന്റ്മെന്റ് ലഭിച്ചവരാണ്. You who are anointed by the Holy Spirit has the power of നിങ്ങളുടെ അയൽപക്കത്ത് വീട്ടിൽ പോയിട്ട് പറയുകയാണ്, സഹോദരാ യേശു നിങ്ങളെ വിടുവിക്കും കേട്ടോ എന്ന് പറയാൻ വേണ്ടി വിടുന്ന ആളല്ല. യേശു ക്രിസ്തുവിന്റെ വിടുതലിനെ കൊടുക്കുവാൻ കർത്താവ് അപ്പോയിന്റ് ചെയ്ത ആൾക്കാരാ നിങ്ങൾ. So you are the people who has to apply the gospel to the neighbors. പക്ഷെ നിങ്ങളുടെ ധൈര്യം എന്നാന്നറിയാവോ? രക്ഷിക്കപ്പെട്ടതാണ് എന്റെ ധൈര്യം. What is your confidence? ഞാൻ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ എന്റെ അകത്ത് ശക്തിയുണ്ട്. ഈ ശക്തി എന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ്.
If you are saved, you have authority inside of you, and that is your appointment letter. അപ്പൊ നിങ്ങൾ ആദ്യം വിശ്വസിക്കണം, സുവിശേഷം പ്രസംഗിക്കുക. നമ്മുടെ പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇടയിൽ ഞാനൊരു എല്ലാവരെയും ഇതായിട്ട് പറയല്ല, ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ആൾക്കാരുടെ എല്ലാവരുടെയും വലിയൊരു ഡ്രീം അല്ലെങ്കിൽ ഒരു എയിം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രസംഗകനാകണം. When I came to the faith, many people wanted to be big preachers. എല്ലാവരും കൈയടിക്കുന്ന ഒരു പ്രസംഗകനാകണം. That everybody will clap upon. അവരുടെ ലക്ഷ്യം മൊത്തം നല്ലൊരു പ്രസംഗം, എല്ലാവരും കൈയടിക്കണം, ഒരു നല്ല പ്രസംഗമായിരുന്ന ബ്രദറിന്റെ എന്ന് പറയുന്നതാണ് അവരുടെ എല്ലാ ലക്ഷ്യം. They wanted to hear the applause from people and say that. അതുകൊണ്ട് സുവിശേഷം എന്ന് പറഞ്ഞ നമ്മുടെ മനസ്സിൽ മൊത്തം പ്രസംഗമായി പോയി. So we all have an idea of gospel as a speech. നിങ്ങൾക്കറിയാം, കോടതിയിൽ നിന്ന് ഒരു നിയമം ആദ്യം വന്നാൽ അതൊരു ലെറ്റർ ഹെഡ് ആയിട്ട് ആദ്യം വരുന്നത് അല്ലേ, ഒരു ലെറ്റർ ആയിട്ട് ഒരു മെയിൽ ആയിട്ട് നമുക്ക് വരും. When a judgment is released from the court, it comes in a letterhead. നമ്മൾ പറയത്തില്ലേ കോർട്ടിൽ നിന്ന് ഒരു പേപ്പർ വന്നെന്ന് പറയത്തില്ലേ? We mostly say court issued a paper. ആണ്ട് ആദ്യം ഒരു പേപ്പർ, ഒരു അക്ഷരം, ഒരു എഴുത്ത്, ഒരു വാക്കാണ് ആദ്യം വരുന്നത്. The first thing that comes from the court is a letter. പിന്നീട് അതിന്റെ പുറകിൽ നടപ്പിലാക്കുവാൻ അധികാരികൾ വരും. Then the officials come behind it. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് പതിയട്ടെ. സുവിശേഷം പറഞ്ഞു കൊടുത്തതിന് ശേഷം നിങ്ങൾ പറയണം, കർത്താവേ, ഇവരെ വിടുവിക്കുവാൻ യേശു എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. After speaking to the people about the gospel, you have to tell God Almighty. നിങ്ങളുടെ അകത്ത് ഈ ഒരു കോൺഫിഡൻസിൽ വേണം നിങ്ങൾ നടക്കാൻ. This is the confidence in which you should walk. നമ്മളാണ് അയ്യോഭാവം കളിച്ച് നടക്കുന്നത്. We act as very poor in the spirit. നമ്മളെ തന്നെ ഐ എം വെരി വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്നത്. Yeah, we act as if we are so weak in. നമ്മൾ ഏതോ ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴും. We are still praying for power from above. നമ്മൾ ഇപ്പോഴും രോഗസൗഖ്യത്തിന്റെ വരം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. We are still praying for the healing unction. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് മർക്കോസിന്റെ 16 പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു. The one who is believed and is baptized is saved. Mark says. ഇനി അടുത്ത രക്ഷിക്കപ്പെട്ടവർ, വിശ്വസിക്കുന്നവർ, those who believe. ആരാണോ വിശ്വസിക്കുന്നത്? എന്താ വിശ്വസിക്കേണ്ടത്? ഞാൻ അപ്പോയിന്റ് ചെയ്ത് രക്ഷിക്കപ്പെട്ടോടെ എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി. Those who are saved and believe should say that I have got the appointment letter from heaven. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ അധികാരത്തിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എനിക്ക് ലഭിച്ചിരിക്കുന്നു. After being saved, I have the appointment letter from the heaven. ഇനി എന്റെ ഡ്യൂട്ടി സുവിശേഷം പ്രസംഗിക്കുകയും ഈ ബന്ധനത്തിൽ കിടക്കുന്ന സകല ബന്ധിതരെയും മോചിപ്പിക്കുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടി. So my duty is to preach the gospel and set people free. അവരുടെ കെട്ടുകളെ അഴിക്കുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. To deliver them. നിങ്ങൾ യേശു ആകുവാണോ? അല്ല, പകരം ദൈവത്തിന്റെ അധികാരത്തെ അനുസരിക്കുന്നവരാണ് നിങ്ങൾ. Are you becoming Jesus? No, but you are obeying the authority of God. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. കോടതിയിൽ നിന്ന് ഒരു ജഡ്ജി ഉത്തരവിടുകയാണ്, ഇന്ന വീട് ജപ്തി ചെയ്യണം. Suppose a judge issues an order to confiscate a house. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേ ഓർഡർ കോടതിയിൽ നിന്ന് ജഡ്ജി എന്ത് ചെയ്യുക? റിലീസ് ചെയ്യുക. Maybe the judge releases an order to stay something. ആ സ്റ്റേ ഓർഡറുമായിട്ട് വരുന്നത് ആരായിരിക്കും നടപ്പിലാക്കാൻ? ഒന്ന് പറ. ജഡ്ജി വരുമോ നേരിട്ട്? ആരാ വരുന്നത്? Who comes to? സ്റ്റാഫ് വരും. കോടതിയിൽ നിന്ന് സ്റ്റാഫ് മാത്രം, കൂടെ ആര് കാണും? പോലീസ് ഉണ്ടാവും. അപ്പൊ പോലീസുകാരും കോടതിയിൽ. അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾ ചോദിക്കുക, ഓർഡർ ഇട്ട ജഡ്ജി ഇങ്ങോട്ട് വരട്ടെ, നിങ്ങൾ പറയുവോ? Will you say that let the judge come and do this? ഇല്ല, നമ്മളത് അനുസരിക്കുന്നതിന്റെ കാരണം ജഡ്ജിയുടെ അതേ പവർ തന്നെയാണ് നടപ്പിലാക്കാൻ വരുന്നവരിലും. We obey that order because the official who come has the same authority as the judge. അതായത് ഒരേ ഗവൺമെന്റ് ആണ് രണ്ടു പേരുടെയും അധികാരത്തിന്റെ സൈൻ. The source of the authority, the sign of authority is same, judge. യേശു ക്രിസ്തുവിന്റെ അതേ അധികാരം തന്നെയാണ് വിശ്വാസിയുടെ മേലും വ്യാപരിക്കുന്നത്. Every believer has the same authority as of Jesus. അപ്പൊ അങ്ങനെ കുടുംബത്തിന്റെ അകത്ത് രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ട്, പ്രിയരെ, അവരെ സൗഖ്യമാക്കുവാൻ പുറത്തുനിന്നൊരു ബ്രദറിനെ വിളിക്കേണ്ട, നിങ്ങളാണ് അവരെ സൗഖ്യമാക്കേണ്ടവര്.
If somebody is sick at home, you don't have to call somebody else to pray for, but you are the one to pray for. നിങ്ങൾ നോക്കിക്കേ, ഏതെങ്കിലും ഒരു പോലീസുകാരനെ വേണ്ടി പ്രശ്നം വന്നാൽ പോലീസുകാരൻ പറയും ഒരു കാര്യം ചെയ്യും, ഞാൻ പോയിട്ട് പോലീസിനെ വിളിക്കാന്ന് പറയുമോ? Will the policeman say? ഇല്ല. ആ വ്യക്തി തന്നെ എന്ത് ചെയ്യും? അത് നടപ്പിലാക്കും. കാര്യം അദ്ദേഹത്തിന്റെ അകത്തൊരു അധികാരം വ്യാപം. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അയൽവക്കത്തിൽ ലോകത്തൊരു പ്രതിസന്ധി വന്നാൽ അതിനെ അറസ്റ്റ് ചെയ്യുവാൻ ഒരു അധികാരം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. The policemen have the authority to apply the law in the public, and that is how you also have the authority to apply. അപ്പൊ സുവിശേഷം എന്റെ മേൽ നിർബന്ധമാണ്. Gospel is a compulsion in me. ആരൊക്കെ കളിയാക്കിയാലും പരിഹസിച്ചാലും നിന്ദിച്ചാലും ചിരിച്ചാലും കരഞ്ഞാലും ദേഷ്യപ്പെട്ടാലും എനിക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ. Whoever mocks me, it is my duty to do that. എനിക്ക് രോഗികളെ സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ കരത്തിലൂടെ. I have to heal the sick through my hands. ഭൂതങ്ങളെ പുറത്താക്കിയേ പറ്റത്തുള്ളൂ. I have to cast out demons with my hands. ദൈവം പറയുന്നവരെ ഉയർപ്പിച്ചേ പറ്റത്തുള്ളൂ. I have to raise those, as അപ്പൊ God says. അപ്പൊ ഇതാണ് പറയുന്നത്, those who believe. ആരാണോ ഇത് വിശ്വസിക്കുന്നത്, കണ്ടോ, Whoever is believing, these sign will accompany. ആരാണോ വിശ്വസിക്കുന്നത് അവരിലൂടെ ഈ ദൈവത്തിന്റെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ വെളിപ്പെടും. these signs will accompany those who believe. കണ്ടോ? അപ്പൊ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഇത് വെളിപ്പെടാത്തത്. This is not happening because you don't believe it. നിങ്ങൾ ചിന്തിക്കുന്നതോ എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല ബ്രദറെ, ഞാനൊന്നും അങ്ങനെയുള്ള കഴിവൊന്നും ഇല്ലാത്ത ആളാ. You guys say, oh, I can't do this, I don't know. സഹോദര, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സഹോദരി ഒഴിയാൻ പറ്റത്തില്ല. നിങ്ങളുടെ അകത്ത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നിരിക്കുന്നു. If you are saved, you have the appointment letter inside of you. യേശു പറഞ്ഞതുപോലെ കാസ്റ്റ് ഔട്ട് ദ ഡെവിൾ, ഭൂതങ്ങളെ പുറത്താക്കുക. Cast അപ്പൊ out the devil. ഇത് നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നു. It has come inside of you. പിശാചിനെ അറസ്റ്റ് ചെയ്യുവാനും അവനെ തകർക്കുവാനും ദൈവത്താൽ അഭിഷേകം ലഭിച്ചിരിക്കുന്നു. To arrest the devil and to cast out the demons. നമുക്ക് ഒരുമിച്ച് പറഞ്ഞു കർത്താവെ, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് എന്ന് ശക്തമായിട്ട് ഉപയോഗിച്ചല്ലോ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ആത്മാവേ, കൃപയുടെ നാഥനായ കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നു. എല്ലാവരും ഇന്ന് വിശ്വാസത്തെ, അതാ പറഞ്ഞത്, ഇന്നു മുതൽ ശ്രദ്ധിച്ചോണേ, സുവിശേഷം എന്റെ മേൽ നിർബന്ധമാണ്. നിങ്ങൾ ബസ്സിലിരിക്കുമ്പം അടുത്തിരിക്കുന്ന വ്യക്തിയോട് അവരോട് വർത്താനം പറയുമ്പോൾ അവർ പറയും, എൻ്റെ സഹോദര വലിയ പ്രശ്നമാണ്, വലിയ പ്രതികൂലമാണ്. ഉടനെ പറയും, ഞാനും അതിനേക്കാൾ വലിയ കുഴിക്കകത്ത് കിടക്കുവാന്ന് പറയരുത് പ്രിയരെ. നിങ്ങൾ അവരെ വിടിവിക്കുവാനുള്ളവരാണ്. ഒറ്റ വാക്ക് പറ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതമാകുമെന്ന് പറയണം. അവനൊരു ഇതെന്തോ പറയുന്നത്. നിങ്ങൾ പറയുമ്പോൾ ആ ശക്തി അവിടെ വ്യാപരിക്കും. പക്ഷെ ഹൃദയത്തിന്റെ അകത്ത് ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന വ്യക്തികളെ അവരെ വിടിവിക്കുവാനുള്ള അഭിഷേകം കൂടെ എൻ്റെ അകത്തുണ്ട്. കണ്ടോ? ബിലീവ്. ഇത് നിങ്ങൾ വിശ്വസിക്കണം. ഭവനത്തിന്റെ അകത്ത് തലമുറകളെ വിടിവിക്കുവാനുള്ള അഭിഷേകം നിങ്ങളുടെ അകത്താണ്. സകല കുടുംബത്തെ വിടിവിക്കുവാനുള്ള അഭിഷേകം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർക്ക് മനസ്സിലായത്, ഞങ്ങൾക്ക് പെരയ്ക്കകത്തിരിക്കാൻ പറ്റത്തില്ല, ഇറങ്ങി പുറപ്പെട്ടേ പറ്റത്തുള്ളൂ. എന്റെ കൂടെ പറഞ്ഞാട്ടെ, ഇറങ്ങി പുറപ്പെട്ടേ പറ്റത്തുള്ളൂ എന്ന് പറ. ആമേൻ, ആമേൻ. അപ്പം ഇനി നിങ്ങൾ വെറുതെ ഇറങ്ങി പുറപ്പെടരുത്. ഒരു കാര്യം എപ്പോഴും ഉറപ്പുണ്ടായിരിക്കണം, എന്നിലൂടെ കർത്താവ് പ്രവർത്തിക്കും. ഈ ഉറപ്പിൽ വേണം നിങ്ങൾ ഇറങ്ങാൻ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ ഒന്ന് ഉപയോഗിക്കണമെന്ന് പറയരുതേ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അഗ്നിക്കായി സ്തുതിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. റൂസ് സഖീന റഫീഷല ഫെറാസിയ ഷഭാ റഫേന ലബ്സ്വേറ്റ ഫറൂഷല കസി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഓ ജീസസ്. എൻ്റെ ഉള്ളത്തിൽ, കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഈ റോസ് എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരിക. റോസ്.
ഇതൊരു പേര് എൻ്റെ മനസ്സിലേക്ക് വരും, റോസ്. അവിടെ ഞാൻ ഈ 2022 ഒരു ഡയറി ഒരു സ്ഥലത്ത് ഈ പറയുന്ന ഭവനത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണും. അത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ആ ഭവനത്തിൻ്റെ അകത്ത് 2022 ഒരു ഡയറി അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എടുത്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് പെട്ടിക്കകത്ത് കയറ്റി വെച്ചേക്കുമല്ല, ഒളിപ്പിച്ച് വെച്ചേക്കുമല്ല, കാണുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടേക്കുക. ഈ റോസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാ? റോസ്. ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം ഇന്ന് അയക്കാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. ലോർഡ് ജീസസ്, ഞാൻ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. റോസുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ പറഞ്ഞു സിസ്റ്റർ. എനിക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, റോസ്ന, UK റോസ് സിസ്റ്ററെ ചോദിക്കുക. അവരുടെ വീട്ടിൽ 2022 ഒരു ഡയറി കൺഫർമേഷൻ ആയിട്ട് പറയുകയാണ്. 22 26 24 22 ഒരു ഡയറി ഭദ്രമായിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. ഒന്ന് ചോദിക്കുക കേട്ടോ. ചോദിക്കാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്. പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ അഗ്നി ഇന്ന് മറക്കല്ലേ. അനേകരെ സൗഖ്യമാക്കുവാനുള്ളവരാ നിങ്ങൾ, അനേകരെ വെടിവിക്കുവാനുള്ളവരാ നിങ്ങൾ. നിങ്ങൾ കൈവച്ചാൽ രോഗം മാറും, നിങ്ങൾ പറഞ്ഞാൽ ഭൂതം പോകും, നിങ്ങൾ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മരിച്ചത് ഉയർക്കും, നിങ്ങൾ പറഞ്ഞാൽ മുടന്തൻ എണീക്കും, നിങ്ങൾ പറഞ്ഞാൽ കുഷ്ഠരോഗി സൗഖ്യമാകും, നിങ്ങൾ പറഞ്ഞാൽ അത്ഭുതം നടക്കും. കാര്യം നിങ്ങളാണ് ദൈവത്താൽ അപ്പോയിന്റ്മെന്റ് ലഭിച്ചവരാണ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ റാബ കാസെറ്റ് ഫേര ഷെതേരിയ ബറൂഷലബ സേറ്റ. എൻ്റെ ഉള്ളത് 2 പേരുകളെ പരിശുദ്ധാത്മാവ് കാണിക്കുക. ഒന്ന് മാത്യു എന്നും 2 മോളി എന്നും. ഒരു ഭവനത്തിൽ തന്നെ ഞാൻ കാണുവാണ്. മാത്യുവിനെയും കാണുന്നു, മാത്യു എന്നുള്ള പേരും കാണുന്നു, മോളി എന്നുള്ള പേരും ഞാൻ കാണുക. ഈ 2 പേരും ഒരു ഭവനത്തിലുള്ള വ്യക്തി ഏത് കുടുംബം അത്? ഈ ഒരു ഭവനവുമായിട്ട് ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത്. അതായത് ആ ഒരു ഭവനത്തിന്റെ അകത്തുനിന്നാണ് ഞാൻ ഈ പേര് കാണുന്നത്, മാത്യു മോളിയും എന്ന്. കർത്താവ് ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് തലമുറകളെ ദൈവം തൊടാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പറഞ്ഞു. മാത്യു എന്റെ ഭർത്താവാണ്, മോളി എന്റെ സഹോദരിയാ. സിസ്റ്ററുടെ സഹോദരി. വേറെ വീട്ടിലാ താമസിക്കുന്ന സഹോദരി. ഇത് ഒരു വീട്ടിലായിട്ട് സിസ്റ്റർ ഞാൻ കാണുന്നത്, ഒരു വീട്ടിലായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് എന്റെ കസിൻ ബ്രദറിന്റെ വൈഫ് മോളി, മോൻ മാത്യു, അമ്മയും മോനുവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്റെ യേശുവെ, ഞങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, ഷബീരിയ ലസൂസ കറ്റാറ. അവരോട് ചോദിക്കണം, ഈ മാർച്ചും ഏപ്രിലും എന്ന് പറയുന്ന മാസവുമായിട്ട് എന്താ കണക്ഷൻ എന്ന് ചോദിക്കണേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. മാർച്ചും ഏപ്രിലും ഈ 2 മാസങ്ങളുമായിട്ട് എന്നാ കണക്ഷൻ എന്ന് ചോദിക്കണേ. യേശുവേ, നന്ദി പറയുന്നപ്പ. പരിശുദ്ധാത്മാവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഓ ഹോളി സ്പിരിറ്റ്. പറഞ്ഞു. എന്റെ പേര് മൂളിന്ന, എന്റെ പേര് മൂളിന്ന. എന്റെ പപ്പാടെ ചേട്ടന്റെ കൊച്ചുമോൻ മാത്യു. മാർച്ചിലാണ് ഞാൻ ജനിച്ചത്. പക്ഷെ ഒരു വീട്ടിലല്ല, പപ്പാടെ ചേട്ടന്റെ കൊച്ചുമോനാ. സിസ്റ്റർ, ഞാൻ ഒരു വീട്ടിലാണ്, അതുകൊണ്ട് ഞാൻ എടുത്ത് ഞാൻ വാക്ക് പറഞ്ഞത്. ഒരു വീട്ടിൽ നിന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ. ഒരു വീട്ടിൽ തന്നെ ഉള്ള പേരായിട്ട് ഞാൻ 2 ഒരു വീട്ടിൽ തന്നെ, അതായത് ചിലപ്പം ജീവനോടെയുള്ള ആളായിരിക്കത്തില്ലായിരിക്കാം, പക്ഷെ ഒരു വീടായിരിക്കാം. ഒരു വീട്ടിന്റെ അകത്താണ് ഞാൻ ഈ പേര് 2 കാണുന്നത്. അവിടുത്തെ തലമുറകളെയാണ് ദൈവം സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞത് കേട്ടോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, അങ്ങയുടെ അഭിഷേകത്തിന്റെ ശക്തി നുഖങ്ങളെ ഒടിച്ചു കളയുന്നതാണല്ലോ. അപ്പൊ ഓ പരിശുദ്ധ ആത്മാവെ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ.
ഓ യേശുവേ നന്ദി കർത്താവ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, ദുഷ്ടന്റെ തീയമ്പുകൾ ഇന്ന് കെട്ടുപോകും, ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ചു ഉരുകിപ്പോകും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ അങ്ങ് തൊടുന്നല്ലപ്പ, ഇപ്പോൾ തന്നെ അങ്ങ് സ്പർശിക്കുന്നില്ലപ്പ കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഈ ഗായത്രി എന്ന് പറയുന്ന ഒരു പേര് എന്റെ മനസ്സിലേക്ക് വരും. ഗായത്രിയുമായിട്ട്, ആ കുടുംബവുമായിട്ട് കണക്ഷൻ ഉള്ള, ഞാൻ ഈ ഗായത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഞാൻ കാണുന്നത്, ഈ വിളിപ്പേരാണോ ഒഫീഷ്യൽ എനിക്കറിയത്തില്ല, അതിൻ്റെ അകത്ത് ഞാൻ ഈ ഗായത്രിയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൻ എന്നൊരു പറഞ്ഞൊരു പേരും കൂടെ ഞാൻ കേൾക്കുക. അത് ആരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, ആരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണോ, ഇപ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പ കർത്താവെ, ആ കുടുംബത്തിന്റെ അകത്ത് വലിയൊരു സമാധാനം ഉണ്ടാകുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്നല്ലോ. പറഞ്ഞോ സിസ്റ്ററെ. ഗായത്രിയുടെ അനിയത്തിയുടെ ഭർത്താവാണോ കണ്ണൻ എന്ന് പറയണം. ഒരു പ്രശ്നത്തിൽ കൂടെ നടക്കും, ഒരു വണ്ടിയെല്ലാം എടുത്തുകൊണ്ട് പോയി, അങ്ങനെ ഒരു പ്രശ്നത്തിൽ അടുത്ത അവർക്ക് വേണ്ടി ഇഷ്ടം ഞാനത് പറഞ്ഞു. നമ്മളിലൂടെ കർത്താവ് പലരെയും വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരോട് പറയണം, ഈ സഹോട് പറയണം, കർത്താവ് ആ വിഷയത്തിന്റെ അകത്ത് പ്രവർത്തിക്കും. ഇതിന്റെ അകത്തെ വിഷയം മാനുഷികമല്ല. മാനുഷിക വിഷയങ്ങൾ മനുഷ്യന് പരിഹരിക്കാൻ പറ്റും, പൈശാചികമെങ്കിൽ മനുഷ്യനെ കൊണ്ട് നടക്കത്തില്ല, ദൈവത്താൽ മാത്രമേ ഉള്ളൂ. അവിടെ പറയുക, കർത്താവ് എന്ന വിഷയത്തിന്റെ അകത്ത് പ്രവർത്തിക്കും, വിശ്വസിക്കുക എന്ന് പറയണം കേട്ടോ. കർത്താവെ നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വലിയ പ്രവൃത്തി ഇന്ന് സംഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ. അസ്തൂഫറാലിയ. ഈ നിക്സൺ എന്ന് പറയുന്ന ഒരു പേരെന്റെ മനസ്സിൽ വരിക. നിക്സൺ എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാര? നിക്സൺ. എന്നാണ് ആദ്യ അക്ഷരം വരുന്നത്. നിക്സണുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളം പറയുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്താൽ ഒരു പ്രവൃത്തിയെ അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാൻ. നിക്സൺ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹസ്ബൻഡിന്റെ കസിനാണ്. കർത്താവെ, ഞാൻ ഇപ്പോൾ തന്നെ ആ കുടുംബത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചോണേ. ഒരനർത്ഥം, അവനെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ വ്യക്തിയെ കാണുന്ന ഒരു കാഴ്ച, വലിയൊരു അനർത്ഥം, ഒരു ആക്സിഡന്റിന്റെ വാർത്ത ഇങ്ങനെ തലയ്ക്ക് മീതെ എഴുതി വെച്ചിരിക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ദുഃഖവാർത്തകൾ. നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചു, നിങ്ങളൊരു ദേശത്ത്, ഒരു പട്ടണത്തിൽ, ഒരു കുടുംബത്തിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് അനർത്ഥങ്ങളെ ജയിക്കുവാൻ ഒരു അഭിഷേകം. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞു, ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ എന്റെ കസിൻ ചേച്ചിയുടെ ഭർത്താവാണ് നിക്സൺ. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദുഃഖ വാർത്തകളെ കർത്താവ് ഇന്ന് ക്യാൻസൽ ചെയ്യുക. സമാധാനം അവിടെ ഉണ്ടാകാൻ വേണ്ടി പോവാം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യും. ശതു ശലാഥിരിയ. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സറ്റൂഫ്രാക്കില ഫെനാസറ്റേരിയ. ഞാനൊരു കുടുംബത്തിന്റെ അകത്ത് ഒരു ചിത്രം ഞാൻ കാണുവാണ്. ഈ നമ്മുടെ ഈ തൂമ്പയുണ്ടല്ലോ, മമ്മട്ടിയും തൂമ്പയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു സാധനം പിടിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒരു ഭവനത്തിന്റെ അകത്ത് ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. അതായത് ഈ ഒരു സാധനം നമ്മൾ പലപ്പോഴും പല രീതിയിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും, പക്ഷെ ഈ ഒരു തൂമ്പയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം ഞാൻ കാണുക ഒരു ഭവനത്തിൽ. അത് ഏത് ഭവനത്തിലാണോ ആ ചിത്രം ഇരിക്കുന്നത്, അത് ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടാണോ അത്, ഞാൻ ഇന്ന് കുടുംബത്തിന്റെ അകത്ത് ഇതൊരു അടയാളമായിട്ട് ആ ഭവനത്തെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഏത് ഭവനത്തിലാണോ ഈ ചിത്രം ഇരിക്കുന്നത്, ലോർഡ് ജീസസ്, കർത്താവ് ഇന്ന് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പ്രേരണ തരുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ കൈക്കോട്ടോ തൂമ്പോയോ ഇത് പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ കാണുന്നത്. ലോർഡ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞങ്ങളുടെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ പ്രവൃത്തിക്കായി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഏത് ഭവനത്തിന്റെ അകത്താണോ അതിരിക്കുന്നത്
ചിത്രം ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണേ. ഇന്നൊരു ഗുഡ് ന്യൂസ് ആ ഭവനത്തിൽ കേൾക്കാൻ വേണ്ടി പോവാം. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്യണത് ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയാ. അതിന്റെ കലണ്ടറൊക്കെ ഉണ്ട് വീട്ടില്, ഡയറി ഒക്കെ. അതിന്റെ എംബ്ലം ഇങ്ങനെ ഒരു കർഷകൻ കലപ്പ മഴയുണ്ടോ തോളിലേന്തി നിൽക്കണ ഒരു എംബ്ലമാണ് അതിനുള്ളത്. ഈ തൂമ്പ പോലത്തെ സാധനമാണോ സിസ്റ്ററെ? അതെ, ഇങ്ങനെ കലപ്പ പോലെ വലിച്ച് ട്രാക്ടറിന് പകരം പണ്ട് ഉപയോഗിക്കില്ലേ, അങ്ങനെ ഒരു സാധനം. ഈ വലിക്കുന്ന മണ്ണ് വലിക്കുന്ന സാധനം, മണ്ണ് ഇളക്കണത് തന്നെ, മണ്ണ് ഇളക്കണ ഒരു ഉപകരണം തന്നെയാണ്. അതല്ല സിസ്റ്റർ, ഈ ഭവനത്തിന്റെ അകത്ത് വല്ല ചിത്രമായിട്ടാണ് ഇരിക്കുന്നത്? ചിത്രമല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ കലണ്ടർ, ഡയറി, അതുമൊക്കെ ഉണ്ട് ഈ എംബ്ലം. എല്ലായിടത്തും ഈ എംബ്ലം ഉണ്ട്. നന്ദി കർത്താവേ. അത് ഈ കർഷകന്റെ ഒരു കർഷകൻ കലപ്പ ഇന്ത്യമാരത്തെ ഒരു എംബ്ലമാണ് അതുമുള്ളത്. സ്തോത്രം. ഇപ്പൊ എന്റെ വീട്ടിൽ അങ്ങനെ ഒരു കലണ്ടർ ഇരിപ്പുണ്ട്. അതിന്റെ കമ്പനിയില്, അതായത് ഈ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനും. അപ്പൊ അത് എന്റെ വീട്ടിലുള്ളിൽ ഇരിപ്പുണ്ട് ബ്രദറെ. ഓക്കെ, മറ്റാരെങ്കിലും ഇതേ അടയാളം ഉള്ളവരുണ്ടോ? ബ്രദറെ, ഇത് സൊസൈറ്റിയിൽ ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു ബ്രോഷർ എന്റെ കയ്യിലുണ്ട്, ഇങ്ങനെ തന്നെ ബ്രോഷർ. ഇതൊരു ചിത്രമായിട്ടിരിക്കുന്നത്. അതിന്റെ സൈൻ അങ്ങനെയാണ്, ഈ സൊസൈറ്റിയുടെ സൈൻ അങ്ങനെയാണ്. ഇങ്ങനത്തെ ഒരു സൈൻ ആയിരിക്കുന്നത്. അതെ, ഇപ്പം മറ്റു സിസ്റ്റർമാര് പറഞ്ഞതും അത് തന്നെയാ, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അതില് വർക്ക് ചെയ്യുന്നത്. അതിന്റെ തന്നെയാണോ ആദ്യം പറഞ്ഞ സഹോദരി പറഞ്ഞത്? അതെ അതെ, ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. ഞങ്ങള് 3 പേരും അത് തന്നെയാണ്. 3 പേര് അത് തന്നെ, സൊസൈറ്റി ലിമിറ്റഡ്. ഈ 3 പേരുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുന്നത് ഒരു അടയാളം കൂടെ ഞാൻ കേൾക്കുവാണ്. രാജു എന്ന് പറയുന്നൊരു പേരും കൂടെ കേൾക്കുക. ഇതുമായിട്ട്, ഈ വ്യക്തിയുമായിട്ട് ഇതിന്റെ അകത്ത് കണക്ഷൻ ഉള്ള ആളാരാ? ഈ പറയുന്ന രാജു എന്ന് പറയുന്ന ഈ വ്യക്തിയുമായിട്ട് കണക്ഷൻ ഉള്ള ആളാരാ ഇതിന്റെ അകത്ത്? രാജു എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എക്സ് മിലിറ്ററി ഒരു ഫ്രണ്ട് ഉണ്ട്, രാജു. ഫ്രണ്ടാണ്. ഇത് ഞാനൊരു കൺഫർമേഷൻ പോലെ കർത്താവിന് വിളിച്ചു വെച്ചു. കാര്യം ഇത്രയും നമുക്ക് സംശയം വന്നപ്പോ ഇന്ന് കർത്താവ് ഇന്ന് ഒരു കസിൻ അങ്കിൾ ഉണ്ട്, രാജു എന്ന് പറഞ്ഞു. കസിൻ വരുന്നുണ്ട്, 2 പേർക്ക് ഒരേപോലെ വരുന്നുണ്ട്. 2 പേർക്ക് ഒരേപോലെ വരുന്നുണ്ട്. അതെ, കസിൻ ആണത്. ഏപ്രിൽ മാസവുമായിട്ട് കണക്ഷൻ ഉള്ളത് ആരാ? ഏപ്രിൽ എന്നുള്ള മാസവുമായിട്ട്. 3 പ്രാവശ്യം തരാം, മാസം തരാം. ബാക്കി എല്ലാവരും അയക്കി യൂട്ട് ചെയ്ത്. ഏപ്രിൽ മാസവുമായിട്ട് ഇതിന്റെ അകത്ത് കണക്ഷൻ ഉള്ളത് ആരാണോ ആ വ്യക്തിയുമായിട്ട് ഈ ഒരു ആലോചനയുടെ നിവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവന്റെ പല്ല് കടിച്ചുരുകിപ്പോകും, നന്മയാക്കി കർത്താവ് അങ്ങ് മാറ്റും. ഏപ്രിൽ മാസത്തിലാണ് എന്റെ ഫാദർ മരിച്ചുപോയ ഒരു മാസം. ഏപ്രിൽ മാസം ഞാൻ സിസ്റ്ററെ ആ ആലോചനയായിട്ട് ഞാൻ ബന്ധപ്പെട്ടാണ് പറയുന്നത്. കുറച്ചു മുമ്പ് ആ ചിത്രത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പറയുന്നത്. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവ്. ഇപ്പൊ പറഞ്ഞത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കലണ്ടർ എന്റെ വീട്ടിലുണ്ട്. എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ള ചേട്ടന്റെ പേര് രാജു എന്നാ. ഏപ്രിൽ മാസത്തില് എന്റെ അപ്പയും ബ്രദറും 2 പേരുടെയും ജനനം അന്നേരം. ഏപ്രിൽ മാസം. ഈ ചിത്രം അവിടെ ഉണ്ടോ? ഈ പറഞ്ഞ പോലെ തന്നെ കലപ്പ തൂമ്പ പോലത്തെ സാധനം. അങ്ങനെ ഇതുമായിട്ട് 2 പേരിങ്ങനെ 3 പേരിങ്ങനെ പാടത്തേക്കൂടെ നടക്കുന്ന പോലത്തെ ഒരു പിക്ചറാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഒരേ ആലോചന വരുന്നവർ സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധ. ദുഷ്ടന്റെ ആശകൾ നശിക്കും കർത്താവ്. അവന്റെ എല്ലാ ദൃഷ്ടികളെയും ഞങ്ങൾ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. അവന്റെ എല്ലാ ചിന്തകളെയും പിശാചിനെ ഞങ്ങൾ യേശുവിനെ ചവിട്ടി മെതിക്കുന്നപ്പ കർത്താവെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചോടെ ഞങ്ങൾക്ക് അത് വരണ്ടപ്പ. ഞങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു ദോഷവും ഞങ്ങൾക്ക് വരുത്തില്ലപ്പ. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്.
Thank you, Holy Spirit. Oh, Raspete Feriala, Shatu Fenas Prakina Fara, Shees of Anariam Tediki Sateria. ഈ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, എൽസമ്മ എന്നൊരു പേര് കർത്താവ് എന്നെ കാണിക്കുക. എൽസ അല്ലെങ്കിൽ എൽസമ്മ, ഇങ്ങനെ ഒരു വിളിപ്പേരായിട്ടാണ് ഞാൻ എൽസമ്മ എന്ന് കേൾക്കുന്നത്. എൽസമ്മയുടെ ഭർത്താവ് ഒരു നിമിഷം, എൽസമ്മയുടെ ഭർത്താവിന്റെ പേര് ജോൺ എന്നാണ് ഞാൻ കേൾക്കുന്നത്. നോക്കുക, എൽസ അല്ലെങ്കിൽ എൽസമ്മ, ഞാൻ അങ്ങനെ ഒരു വിളിപ്പേരും കേൾക്കുന്നുണ്ട്. ഈ ഒരാൾ വിളിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുവാണ്. അദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ പേര് ജോൺ എന്നാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ ഇന്ന് ഈ പറഞ്ഞു. അമ്മയുടെ പേര് എൽസമ്മ എന്നാണ്, പക്ഷെ പപ്പാടെ പേര് എൽസമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ എൽസ എന്ന് പറയുന്ന സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? എൽസ ഈ ഭർത്താവിന്റെ പേര് ജോൺ എന്നാണോ? ഭർത്താവിന്റെ പിതാവിന്റെ പേര് ജോൺ എന്ന് വരുന്ന വ്യക്തിയെ ഞാൻ കാണുന്നത്. ജോൺ എന്ന് പറയുന്ന ഭർത്താവ്, അതായത് ഈ വ്യക്തിയുടെ ഭർത്താവ് അഥവാ പിതാവ്, ആ കുടുംബത്തിന്റെ ആരാണോ, അത് കേട്ടോണ്ടിരിക്കുന്ന ആരാണോ, ഈ വ്യക്തിയുടെ ഭർത്താവ് ജോണാണ്. ആ കുടുംബത്തിന് വേണ്ടിയുള്ള ആലോചനയാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ ആ കുടുംബവുമായിട്ട് ബന്ധമുള്ളത് ആരാണോ, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് വലിയൊരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തെ കർത്താവ് ഇന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. അതാരോടാണോ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവിന്റെ നാമത്തിൽ കാണാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, കൃപ പെരുകുന്നല്ലോ. കൃപ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വീട് കയറുന്ന ഒരു വീട്ടിലെ ചേച്ചിയുടെ പേര് എൽസമ്മേന്നും ആ ചേട്ടന്റെ പേര് ജോൺ എന്നാണേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവാണേ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി. നമ്മൾ പോകുന്ന പട്ടണങ്ങളെ ദൈവം അറിയുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ അങ്ങ് ജനത്തോട് ഇന്നെല്ലാവരും പ്രാർത്ഥിച്ചു, കർത്താവെ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ. കർത്താവെ എന്നോട് ഇടപെടണമേ. എന്നെ പരിശുദ്ധാത്മാവെ ക്രിസ്തുവിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവിൽ എന്നെ കൂടുതൽ ആഴത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം. എല്ലാവരും പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ അങ്ങ് ജനത്തെ തൊടുന്നല്ലപ്പാ, അങ്ങ് ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നല്ലപ്പാ. യേശുവേ നന്ദി പറയുന്നപ്പാ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓറാഖസ് ബെറ്റാറ ഷഥീരിയ റലൂസിഫേന ഹർബീനിയ യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ അങ്ങ് ജനത്തിനെ അങ്ങ് തൊടുന്നല്ലപ്പാ. അവർ വിഷയങ്ങളുടെ മേൽ അങ്ങ് അത്ഭുതം ചെയ്യുന്നല്ലപ്പാ. അങ്ങയുടെ പ്രവർത്തിക്കായിട്ട് വേർതിരിക്കുന്നപ്പോ ലോർഡ് ജീസസ് സുഖോറ സിമാന ലധേഷ്യ കലക റകൂസിയ നധേരിയ ധരിയ ധരിയ റതൂഷ കബക റഖീലിയ റകൂസ കനകുറക സികാന റസദ ഹഷ്മല ഹവാസിയാന്തിരി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. റബൂഷലബനകട ദിൻബറ സികരിയ ഷകാല കകനിയ ധരിയ. ഓ യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. റൂസനഹടത ഈ ഏറത്തുന്നൊരു പേര് ഞാൻ കാണാം. ഏറത്ത് അങ്ങനെ തന്നെയാണോ കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഏറത്ത് എന്നുള്ള ഒരു പേര്, അതൊരു ഏറത്തെന്ന് പറയുന്ന ഒരു പേര് ഞാൻ കേട്ടോണ്ടിരിക്കുക. അതെന്തോ അതുമായിട്ട് കണക്ഷൻ. പഞ്ചായത്താ സിസ്റ്റർ ആയിരിക്കുന്ന പഞ്ചായത്താണതോ? അടൂരാ സ്ഥലം? ഏറത്തുപടി. അത് അവിടെയാണോ സിസ്റ്റർ താമസിക്കുന്നത്? ഞാനിപ്പോ അവിടെ അല്ല, മമ്മിയുടെ വീട്ടില. അവിടെയായിരുന്നു സിസ്റ്റർ? ഞാൻ എന്നെ കെട്ടിച്ച വീടുണ്ട് വയല ഏറത്ത് പഞ്ചായത്തിലാണ്. ബ്രദറെ എന്റെ വീട്ടുപേര് ഏറത്തുനിന്നാണ്. വീട്ടുപേരുണ്ട് ഏറത്ത്? ഏറത്ത്. സ്ഥലവും ഉണ്ട് വീട്ടുപേരും ഉണ്ട്. വീട്ടുപേര്
ഏറത്ത് എന്നുള്ളത് വീട്ടുപേരും ഉണ്ട് അല്ലേ? നന്ദി കർത്താവ്. ഞാൻ ഈ രണ്ടുപേരും കേട്ടോണെ. യേശുവെ, ഇത് രണ്ടുപേരിൽ ആരാണോ അതുമായിട്ട് കണക്ഷൻ ഉള്ളത് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. യേശുവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവി റോസറ്റ ബറാസിയാന്നിരി, ഈ ബേബി എന്ന് പറയുന്ന പേരുമായിട്ട് കണക്ഷനുള്ള ഏറത്തേതാ? ബേബി എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കേട്ടോണ്ടിരിക്കുക. അതുമായിട്ട് എന്റെ ബ്രദർ ബേബിയാണ്. ഈ വീട്ടുപേര് അപ്പച്ചിന്റെ അനിയന് പപ്പന് ബേബിയുണ്ട്. അല്ല, ഇപ്പൊ വീട്ടുപേര് പറഞ്ഞ സിസ്റ്ററുടെ ബ്രദറാണ് അല്ലേ? എന്റെ ആങ്ങളെയാണ്. അപ്പൊ എന്നെ കെട്ടിക്കൊണ്ട് വന്ന വീട്ടുപേരാണ് ഏറത്ത്. ഏറത്ത് ബ്രദറാണ് ബേബി. സ്വന്തം ബ്രദറാ? സ്വന്തം ബ്രദറാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവ്, ഇന്ന് ആ ഭവനത്തിന്റെ അകത്ത് വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് അത് കൺഫേം ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടുപേരാണോ അതോ സ്ഥലപ്പേരാണോ എന്നൊരു കൺഫർമേഷന് വേണ്ടിയാണ്. അപ്പോൾ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ചോദിച്ചത്. അപ്പോൾ സിസ്റ്ററെ പറഞ്ഞത് അതുകൊണ്ട് എടുത്ത് ഞാൻ ചോദിച്ചത് സ്വന്തം ബ്രദർ ആണോ എന്ന് ഞാൻ ചോദിച്ചത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് കർത്താവ് ഇന്ന് കുടുംബത്തിന്റെ അകത്തൊരു ശാപത്തിലല്ല, പക്ഷെ ശാപത്തിന് സമമായിട്ടൊരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക ഈ ഏറത്തു ഭവനം. സമമായിട്ട് അതിൻ്റെ അകത്ത് എന്തിട്ടാലും മുളയ്ക്കാത്ത രീതിയിലൊരവസ്ഥ. അതിൻ്റെ അകത്ത് കടന്നു വന്നവരും ഇറങ്ങി വന്നവരും പോയവരും ഒന്നും, നമ്മുടെ ഒരു നാട്ടുഭാഷയെ പറഞ്ഞ ഒന്നും ഒരു ഗതിയിലേക്ക് വരുന്ന ഒരവസ്ഥയാണ്. ഒരു പച്ച പിടിക്കുന്നില്ല, പുഷ്ടി ഉണ്ടാകുന്നില്ല, മുളയിലെ നുള്ളിക്കളയുന്നത് പോലെ അനുഭവങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് അതിന്റെ മേൽ വ്യാപരിക്കുന്ന സകല ദുഷ്ടന്റെ പദ്ധതികളെയും കേട്ട വചനം പോലെ ഞങ്ങളതിനെ പുറത്താക്കുന്നു, അതിനെ അഴിക്കുന്നു. സിസ്റ്റർ ആമേൻ പറഞ്ഞ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്ത് ആ കുടുംബത്തിൽ കണ്ണുനീരിന് മറുപടി തമ്പുരാൻ തരാൻ വേണ്ടി പോകട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാനൊരു ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, കർത്താവ് അനുഗ്രഹിക്കണം. എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുവാണ്, ഞാനൊരു പശുവിനെ കാണുവാണ്. ഞാൻ ഈ പശുവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ മനസ്സിലേക്ക് ഒരു പേരും വരുവാണ്. പത്മിനി എന്നൊരു പേര് എനിക്ക് എൻ്റെ മനസ്സിലോട്ട് വരുക. എപ്പോഴും ഓർത്തോണം, ഓരോ അടയാളം ഈ പശുവും വന്നിട്ട് ഈ പത്മിനി എന്നുള്ള പേരും കാണിക്കുക. ഇത് രണ്ടുമായിട്ട് ഇങ്ങനെ എന്തോ ഒരു ബന്ധം ഈ പേരും ഈ പശുവിനെയും കാണിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ആരോ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതാരുമായിട്ടാണോ ഈ പേരിനും ഈ ഒരു എന്താ പറയുന്നത് പശുവിനെയുമായിട്ട് ബന്ധപ്പെടുത്തി കാണിക്കുന്നത്, അതുമായിട്ടൊരു ഒരു 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 കണക്ഷൻ പോലെ കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. അത് ഏത് വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണോ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവേ. എന്നെ പറഞ്ഞോ സിസ്റ്ററെ. ബ്രദറെ, എനിക്ക് അറിയാവുന്ന ഒരു അമ്മച്ചിയാണ്. അവരുടെ വീട്ടില് പശു ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അവിടെ ഒരുപാട് ദൈവദാസന്മാരും വരികയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു ഭവനമാണ്. പത്തനംതിട്ടയിലുള്ള ഇലന്തൂരുള്ള ഒരു ഭവനമാണിത്. അല്ല, ഈ പത്മിനി എന്നുള്ള പേരെന്തുവാ സിസ്റ്ററെ? അമ്മച്ചിയുടെ പേര് പത്മിനി എന്നാണ്. അമ്മച്ചിയുടെ പേരാ പത്മിനി. അവിടെ ഒത്തിരി പശുവൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പശുവിനെയും കാണുന്നു, പത്മിനിനെയും കാണുന്നു എന്നുള്ളത് കർത്താവ് പറയുന്നത്. ഭയങ്കരമായ ഒരു കുരുക്കിന്റെ അകത്തുനിന്ന് ദൈവം അവരെ വിടിവിക്കാൻ വേണ്ടി അവരൊന്ന് അറിയിക്കണം ഇത് കേട്ടോ. എങ്ങനെയും വോയിസ് റെക്കോർഡായിട്ടോ പറയണം. ഇത് പ്രാർത്ഥനയിൽ ഇതുപോലെ വെളിപ്പെട്ടതാണ് എന്നുള്ളത് കർത്താവ് പറയുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ദൈവത്താൽ ഉയരേണ്ടവരാ, പക്ഷെ അവര് വല്ലാത്ത രീതിയിൽ തഴയപ്പെട്ട് കിടക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് അവരെ വിളിക്കുവാണ്. എല്ലാ കണക്ഷന്റെ അകത്തുനിന്നും കർത്താവ് അവരെ പുറത്ത് വിളിക്കാൻ, ഫലം കായ്ക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇങ്ങനെ തന്നെ പറയണം. അല്ലെങ്കിൽ ഇത് സിസ്റ്റർ വോയിസ് റെക്കോർഡ് അയച്ചിട്ട് ഈ വീഡിയോ അയച്ചു കൊടുത്താലും മതി. അവരോട് പറയണം, ഇത് കേൾക്കണം, അവരെ പുറത്ത് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ കുടുംബത്തിന്റെ അകത്തുനിന്നും അനേകരെ ദൈവത്തിന് ആവശ്യമുണ്ട്. കർത്താവ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും കേട്ടോ. മോനും മരുമോനും പാസ്റ്റർമാരാണ്. പ്രാർത്ഥിക്കുക. നമുക്കറിയത്തില്ല എന്താണ് അവർക്ക് ദൈവത്തിന്റെ പ്ലാൻ. അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ദൈവത്തിന്റെ ഒരു എന്താ പറയുന്നത്, അവരാഗ്രഹിക്കുന്നത് പോലെയോ ദൈവത്തിന്റെ ഒരു പ്ലാനോ അല്ല. പക്ഷെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പശുവും ഈ പേരും വ്യക്തമായി കർത്താവ് അത് വെളിപ്പെടുത്തിയത് കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമെന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാവോ? പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ
എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഈ ഞാനൊരു നമ്പർ എൻ്റെ മനസ്സിലേക്ക് വരുവാണ്. 1410. 1410 ഈ നമ്പർ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഈ നമ്പരുമായിട്ട് കണക്ഷൻ ഉള്ളത് ആരാ? 14 10 1410 ഈ നമ്പരുമായിട്ട് കണക്ഷൻ ഉള്ളത് ആരാ? 1410. ഇതൊരു ഒരു 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 നമ്പർ എൻ്റെ മനസ്സിലേക്ക് വരിക. ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണോ ഈ നമ്പര് ഇന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ആ വ്യക്തിയുടെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി പറയുന്നപ്പ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഇന്ന് സ്തുതിക്കുന്നപ്പ. അതെന്താണോ ആ നമ്പര് ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് ആലോചിക്കുക എന്തുമായിട്ടാണ് നിങ്ങളുടെ ആ നമ്പറിന് കണക്ഷൻ എന്ന്. ഇനി അത് പാസ്പോർട്ടിലാണോ അതോ വേറെന്തെങ്കിലും സർട്ടിഫിക്കറ്റിലാണോ, എന്താണോ ആ നമ്പർ മെൻഷൻ ചെയ്തിരിക്കുന്നത്, എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒന്ന് തപ്പുക, ഒന്ന് ചെക്ക് ചെയ്യുക. അതാരുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചവർ മ്യൂട്ട് മാറ്റി അത് പറയുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. 1410 എന്നാണ്. ആരെങ്കിലും കമൻറ്റ് ചെയ്ത നമ്പർ ഇട്ടേക്കണേ, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പറഞ്ഞാണ്ടേ. ലോർഡ് ജീസസ്. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങ് സംസാരിക്കുന്ന ദൈവമാണല്ലോ അപ്പ, അങ്ങ് പ്രവർത്തിക്കുന്ന. മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്ത്. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. റൂബി സിസ്റ്ററെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. റൂബി സിസ്റ്ററെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ജീസസ്. പറഞ്ഞു പറഞ്ഞു സിസ്റ്ററെ, കേട്ടില്ല. 1410 എന്തുവാണ് സിസ്റ്ററിന്റെ? പറയാമെന്ന സഹോദരി ഒഴികെ ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. ബ്രദർ, ക്രെഡിറ്റ് കാർഡ് എന്റെ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പറാണ്. ക്രെഡിറ്റ് കാർഡിന്റെ നമ്പറാണ്? അതെ അതെ, ക്രെഡിറ്റ് കാർഡിന്റെ നമ്പറാ. അതെ. അത് കയ്യിലുണ്ടോ സിസ്റ്ററെ? അത് ബാഗിലായിരുന്നു? ബാഗിലുണ്ട്. സിസ്റ്റർ ഇത് കേട്ടപ്പം എടുത്ത് നോക്കിയപ്പോഴാണ് അത് കണ്ടത്? ഇല്ല, എനിക്ക് ബൈഹാർട്ട് അറിയാം. ഞാനത് ഉപയോഗിച്ചതാണ്. ഞാൻ അതിന്റെ കുറച്ച് പൈസ പേ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക്. അതിന്റെ അക്കൗണ്ട് നമ്പർ ആണോ? ഫെഡറൽ ബാങ്കിൽ എനിക്കൊരു അക്കൗണ്ട് നമ്പർ ഉണ്ട്. അവിടുന്ന് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്, ഒരു ചെറിയ എമൗണ്ടിന്റെ. അപ്പൊ ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ചെയ്യും. അപ്പൊ ഒരു മാസം കഴിയുമ്പോ അത് നമ്മൾ പേ ചെയ്യണമല്ലോ, അങ്ങനെ അത് പേ ചെയ്തു. അതേ നമ്പർ ആണോ 1410? അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന എന്തായാലും പറയാ, നമ്മൾ ഉപയോഗിക്കുന്ന പാസ്വേഡ്. കണ്ടോ, അത് വലിയൊരു കാര്യമാണ്. അതിന്റെ പാസ്വേഡ് ആണ് 1410. അതെ അതെ, എന്റെ മോള് ജനിച്ച. വേണ്ട സിസ്റ്ററെ, അത് പറയരുത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിലേക്ക് വരുമായിരുന്നു. നിങ്ങൾ കേട്ടത് വലിയൊരു മിറക്കിളാണ്. അതാ ഞാൻ എടുത്തു ചോദിച്ചത്. അതായത് സിസ്റ്റർക്ക് മാത്രം അറിയാവുന്ന രഹസ്യ കോഡാണിതല്ലേ? കണ്ടോ കർത്താവ്, അതാ ഞാൻ പറഞ്ഞത്. 1410 എന്നുള്ളത് സിസ്റ്റർ പറയുന്നത് പാസ്വേഡ് ആണ്. സിസ്റ്റർ ഈ പാസ്വേഡ് സിസ്റ്റർ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ അറിയാൻ വല്ല വഴിയുണ്ടോ? നോ ചാൻസ്. ഇത് ഈ സഹോദരിക്ക് വേണ്ടി മാത്രമുള്ള ആലോചനയാണ്. നിങ്ങൾ കേട്ടെ, കുരുതിർക്കെതിലൊരു വാക്യമുണ്ട്, ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. കണ്ടോ, ആ ക്രെഡിറ്റ് കാർഡിന്റെ സിസ്റ്ററുടെ പാസ്വേഡ് ആണത്. അത് ഞാനത് പറയാൻ വേണ്ടി വരുമായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു വ്യക്തിയുടെ മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ, ഡേറ്റ് അല്ലേ? അതാ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ശ്രദ്ധിച്ചോണം. ഇനി ആരെങ്കിലും ആലോചന വെളിപ്പെടുമ്പോൾ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ പറയേണ്ട. അത് ഞാൻ എൻ്റെ ഉള്ളത്തിൽ ഇത് വരുമായിരുന്നു. ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ടൊരു മിറക്കിൾ സംഭവിക്കാൻ വേണ്ടി അതുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയും. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി പോവാം. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ഞങ്ങളുടെ അത്ഭുത കരം എന്ന് വെളിപ്പെടുന്നല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ സാന്നിധ്യം
കർത്താവിന് എല്ലാം അറിയാം കേട്ടോ. നിങ്ങളുടെ അതാണ് പലപ്പോഴും ഈ പ്രവചന വരത്തെ പറ്റി പലരും പരിഹസിച്ച് പറയും, ഇതൊക്കെ നേരത്തെ നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന് പറയുന്നതാണ്. പരിഹസിച്ച് പല പിശാചിന്റെ ആത്മാക്കളുള്ളവർ പറയാറുണ്ട്. നിങ്ങളിപ്പോൾ മനസ്സിലായോ? ആ സഹോദരിയുടെ ഹൃദയ രഹസ്യമാണ്. ഈ സഹോദരിക്ക് വേണ്ടി തന്നെയുള്ള ആലോചനയാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച കുടുംബത്തിന് വേണ്ടിയും തലമുറയ്ക്ക് വേണ്ടിയും ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ കുടുംബത്തിന്റെ അവസ്ഥ മാറും കേട്ടോ. അവസ്ഥ മാറുകയാണ്. ആ ഫിനാൻഷ്യൽ മേഖലയിൽ തന്നെ ദൈവം വലിയൊരു ബ്ലെസ്സിങ് തുറക്കും. അത് തലമുറകൾക്കും അനുഭവിക്കുന്ന രീതിയിലേക്ക് ദൈവം മാറ്റും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ ഇസഹാക്കിനും അത് അനുഗ്രഹമായി മാറിയതുപോലെ ദൈവം അത് മാറ്റാൻ വേണ്ടി പോകുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹൈസക്ക് എന്നൊരു പേരെന്റെ മനസ്സിലേക്ക് വരുവാണ്. ആ പേരൊന്ന് കുറിച്ചു വച്ചോണേ. ദൈവം വലിയൊരു സാക്ഷ്യത്തിന് വേണ്ടി ഒരുക്കാൻ വേണ്ടി പോവാ കേട്ടോ. ഗോഡ് ബ്ലസ് യു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധ, അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടും. നമുക്ക് ചില ഉറപ്പുകൾ തരും. പ്രവചന വരം, കൃപാവര ശുശ്രൂഷകളൊക്കെയും നമ്മളെ ഉറപ്പിക്കുന്നതാണ്. പ്രബോധനത്തിനും ആശ്വാസത്തിനും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, കൃപ പെരുകുന്നല്ലോ. ദുഷ്ടന്റെ ആശകൾ തകരും. അവൻ പല്ല് കടിച്ചുരുകും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. Shosafana Lakura Benafia Setala Haraba Hazita. Thank you, Holy Spirit. പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു എൻ്റെ ഉള്ളത്തിൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ അകത്തൊരു യാത്രയുമായി ബന്ധപ്പെട്ട് എന്നെ ഒരു ഡോക്യുമെൻ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആ ഡോക്യുമെൻ്റിൽ ഞാനൊരു ഡേറ്റ് കാണുവാണ്. അതൊരു ഡോക്യുമെൻ്റാണ്, ഒരു പാസ്പോർട്ട് പോലെ ഞാൻ കാണുന്നത്. ഏപ്രിൽ മാസം 14 ജനിച്ച വ്യക്തിയുടെ ഒരു പാസ്പോർട്ടാണ് ഞാൻ കാണുന്നത്. ഏപ്രിൽ മാസം 14 ജനിച്ചിരിക്കുന്ന വ്യക്തിയുടെ പാസ്പോർട്ട്. അതിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് സി എന്ന് പറയുന്ന ഒരു അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു സർനെയിം, സി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു സർനെയിം ഞാൻ കാണുന്നുണ്ട്. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണോ? സിയിലാണ് ആ സർനെയിം ആരംഭിക്കുന്നത്. ഏപ്രിൽ മാസം 14 ജനിച്ച വ്യക്തിയുടെ പാസ്പോർട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ അകത്തൊരു യാത്ര ദൈവം ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഒരുങ്ങാൻ വേണ്ടി പോവാ. എൻ്റെ യേശുവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ഇപ്പോൾ തന്നെ ഞാനുമായിട്ട് എന്റേതാ. ഞാൻ ഏപ്രിൽ 14 എന്റെ ബർത്ത്ഡേ. അതിന്റെ പാസ്പോർട്ട് നമ്പറിനകത്ത് സി തുടങ്ങുന്ന CS എന്ന് തുടങ്ങിയാണ് 134 സിയിൽ തുടങ്ങുന്ന. താങ്ക് യു. ഏപ്രിൽ 14 ജനിച്ച പാസ്പോർട്ട്. ലിസ്റ്റർ കൈ എടുത്ത് വെച്ച് ആ രാജ്യങ്ങളുടെ ഡോറൊന്ന് തുറക്കുക. യേശുവിന്റെ നാമത്തിൽ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ ദുഷ്ടന്റെ പദ്ധതികളെ കെട്ടുന്നു. രാജ്യങ്ങളുടെ വാതിലിനെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, റിലീസ് ദ അനോയിന്റിംഗ്, റിലീസ് ദ പവർ. യേശു ജീവിക്കുന്നു. ഓ ഫറാല സിൻഹസി അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ ഉറപ്പിക്കുക കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണേ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന സഹോദരങ്ങളെല്ലാം ആ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് ഇന്ന് കേട്ട വചനം കേട്ടോ. യേശു കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ ഓർഡറും പിടിച്ചുകൊണ്ട് നിൽക്കുക. ദൈവം പറഞ്ഞു, യേശുവിന്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നുള്ളത് ഇത് വിളംബരമാണ്. ദൈവരാജ്യം പറയും, നടപ്പിലാക്കണം. കൈയെടുത്ത് വെച്ച് വേദനയുള്ള ഭാഗത്ത്, രോഗമുള്ള ഭാഗത്ത് കണ്ണാടി ഊരി മാറ്റിയിട്ട് പറ, കണ്ണേ നീ കേട്ടേ, യേശു നമ്മളെ കാഴ്ച തന്നിരിക്കുന്നു. ചെവിയോട് പറ, ചെവിയെ നീ കേട്ടേ, യേശു നിന്റെ ചെവി തുറന്നിരിക്കുന്നു. ആ കാലിനോട് പറ, കാലേ നീ കേട്ടേ, ഇന്ന് നമ്മൾ കർത്താവിന്റെ സാക്ഷിയായി ലോകം മുഴുവൻ പോകാൻ വേണ്ടി പോവാ. ശരീരത്തിലെ ആന്തരിക അവയവത്തോട് പറ, രോഗിയായി കിടക്കാൻ പറ്റത്തില്ലെന്ന് പറ, ധൈര്യമായിട്ട് പറ. എനിക്ക് രോഗിയായി കിടക്കുവാൻ കഴിയത്തില്ല, യേശുവിന്റെ സാക്ഷിയായി ഞാൻ ജീവിക്കും. കൈയെടുത്ത് വെച്ച് ആ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വേഗത്തിൽ വെച്ച്
Oh Lord Jesus Christ, respect frak is the lamp in Zainda. Shamana Hadada Fazana for Rakas, the Antaka Zika, the Rakama Zika, Arogamula Padai, Yeshua നാമത്തിൽ a healing power release ആകിയ ഷട്ടോ ഫനാറ്റിരി ആന്തരി. ഞാൻ ഈ കഷത്തിന്റെ അവിടെ ഭയങ്കര വേദനയും ഇങ്ങനെ ചിലർക്ക് തടിപ്പ് പോലെയുണ്ട്, ചിലർക്കത് വേദനയാണ്. കഷത്തിന്റെ ആ ഭാഗം കൈയെടുത്ത് വെച്ച് അവിടെ കഷത്തിന്റെ ഭാഗത്ത് റതോ ഷഖേന ഭറൗശഖനാന്തിയാമി. പരിശുദ്ധാത്മാവേ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇന്ന് നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിച്ചത് വലിയ സന്തോഷം. കാരണം ഇന്നലെ ഞാനിത് പറഞ്ഞു, എത്ര പേർക്ക് വ്യത്യാസം മനസ്സിലായി? അകത്ത് നദി ഒഴുകുന്നത് പോലെ അന്യഭാഷ പറഞ്ഞവർക്ക് എത്ര പേർക്ക് അത് മനസ്സിലായി? ഇന്ന് അങ്ങനെ ഒരു ഫ്ലോ അനുഭവിച്ച എത്ര പേരുണ്ട് അന്യഭാഷ പറഞ്ഞപ്പോ? കണ്ടോ നിങ്ങളുടെ കൃപാവരങ്ങൾ? അപ്പൊ അതുകൊണ്ടോ ഞാൻ പറയാം. അപ്പൊ നമ്മൾ സാധാരണ പറയുന്ന പോലെ പറയരുത്. നിങ്ങൾ അകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അകത്തുനിന്ന് എന്തോ ഇങ്ങനെ പുറത്തേക്ക് ഇടിച്ചിടിച്ചു വരുന്നൊരു ഫീല് വന്നില്ലേ അന്യഭാഷ പറഞ്ഞപ്പോ? പ്രിയരെ, അകത്തുനിന്ന് ആ നദി അങ്ങോട്ട് ഒഴുകുക കേട്ടോ. ചില തടസ്സങ്ങളുടെ മേലേക്ക് അത് അങ്ങ് ഇടിച്ചു കയറും അന്യഭാഷ പറയുമ്പോ. അപ്പൊ നിങ്ങൾ ഇന്ന് അതുപോലെ അന്യഭാഷ പറയാൻ ശ്രദ്ധിച്ചായിരുന്നു? ഞാനിന്ന് ഒരു പുറത്ത് യാത്ര കഴിഞ്ഞ് എനിക്ക് വളരെ ക്ഷീണത്തിലായിപ്പോ ഞാനത് കിടന്നുകൊണ്ടാണ് കേട്ടത്. പക്ഷെ എനിക്കത് മനസ്സിലായി, ഭയങ്കരമായ ഒരു ദൈവശക്തിക്ക് അകത്തുനിന്നുകൊണ്ട് നിങ്ങൾ സംസാരിച്ചു. ഭയങ്കരമായ ദൈവശക്തി, അസാധാരണമായ ഒരു ഒഴുക്കിന്റെ അകത്ത്. നിങ്ങളിപ്പോ ഒരു ഒഴുക്കിൽപ്പെട്ടാൽ എങ്ങനെയാണോ നിങ്ങൾ പ്രതികരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ അന്യഭാഷയുടെ എന്റെ ഉള്ളത്തിൽ ഇന്നലെ പരിശുദ്ധാത്മ സംസാരിച്ച അന്യഭാഷയുടെ മറ്റു ചില കാര്യങ്ങളോടെ ഷെയർ ചെയ്യാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. രോഗികളെല്ലാം കൈവച്ച്. ഇന്നലത്തെ ജയെന്ന് പറഞ്ഞത് ഇന്നലെ അൺമ്യൂട്ട് ചെയ്യാൻ ഒത്തില്ല എന്റെ മൊബൈല്. ഇന്നലെയും ബ്രദർ 14 പറഞ്ഞു. 14/7 നമ്മുടെ വീടിന്റെ ജപ്തിയുടെ കേസ് ഹൈക്കോടതി വെച്ചിരിക്കുന്ന. കെട്ടുപൊട്ടും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞോണം. കോടതിയേക്കാൾ വലിയൊരു കോടതി നമ്മുടെ മേലുണ്ട്, സ്വർഗത്തെക്കാൾ വലിയ. അതുകൊണ്ടാണ് ശതാധിപൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ അധികാരത്തിന്റെ കീഴിലുള്ള ആളാ. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, സ്വർഗം എന്നോട് പറയുന്നത് നീ യോർദാനിൽ പോയി 7 വട്ടം മുങ്ങുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ ആളാണ്, ഏത് അധികാരത്തിലുള്ളവനാണെങ്കിലും കേട്ട് ദൈവ തീരുമാനിക്കുന്നത്. പറഞ്ഞോണം, എന്റെ ദൈവമാണ് കോടതി, അവിടുന്ന് വിധി വരുന്നു. ഞാൻ ആ വിധിയെ നടപ്പിലാക്കാൻ വേണ്ടി പോവാ. ആ ഭവനം ഞാൻ ഇരിക്കും, ഞാൻ അവിടെ വാഴും. ഒറ്റ സെക്കൻഡ് ആഞ്ഞു പിടിച്ചോണം, മുറുകെ പിടിച്ചോണം, വിട്ടുകൊടുക്കരുത്. നമ്മുടെ അവകാശങ്ങളെ വിട്ടുകൊടുക്കരുത്. നന്ദി കർത്താവേ. ഈ രോഗികളെല്ലാം കൈവച്ച് എന്റെ കൂടെ മ്യൂട്ട് മാറ്റണ്ട, ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കൈവച്ചിട്ട് പറഞ്ഞോട്ടെ, ഈ രോഗം യേശു തകർത്ത് കളഞ്ഞതെന്ന് പറ. എന്റെ വേദന യേശു തകർത്ത് കളഞ്ഞത്, എന്റെ രോഗം യേശു തകർത്ത് കളഞ്ഞത്. ഇപ്പൊ തേയ്മാനങ്ങൾ, മുറിവുകൾ, ഉണങ്ങാത്ത മുറിവുകൾ, ഷുഗറുകൾ, പ്രഷറുകൾ, ഡയബറ്റിക്കുകൾ, യേശുവിന്റെ നാമത്തിൽ പറ, രോഗമേ നിനക്കെന്നെ വാഴുവാൻ അവകാശമില്ല, നിനക്കെന്നെ വാഴുവാൻ അധികാരമില്ല. ആ വലത് കൈയും ഇടത് കൈയും എടുത്തുകൊണ്ട് സ്വന്തം ബോഡിയിൽ വെച്ചിട്ട് പറ, യേശു പറയുന്നു, എന്റെ കരത്തിലൂടെ രോഗികൾ സൗഖ്യമാകും. അങ്ങനെയെങ്കിൽ ശരീരത്തിൽ വേദനയുള്ളവരെ നിങ്ങളുടെ കൈയെടുത്ത് നിങ്ങളുടെ ശരീരത്തിൽ വെച്ചിട്ട് പറ, ഇത് രോഗികളെ സൗഖ്യമാക്കുന്ന കരമാണിത്. യേശുവേ, ഞങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്നപ്പ, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവശക്തിയുടെ വ്യാപാരം എന്ന് അസാധാരണ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അസാധാരണമായ ഡെലിവറൻസുകൾ സംഭവിക്കുക. ഭവനങ്ങൾക്കകത്തുനിന്ന് പിശാചുകൾ അലറി ഓടുക. യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ ദുരാത്മാക്കൾ ഒരു തീക്കകത്ത് കടന്ന് പൊളയുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തി അവരിൽ നിറയ്ക്കുന്നില്ല. പിതാവേ, അങ്ങയുടെ ശക്തിയാൽ അങ്ങ് അവരെ പിടിക്കുന്നല്ലോ. കൈവച്ച് യേശുവിന്റെ നാമത്തിൽ വേദനയെ സൗഖ്യമാക്കുന്നു, രോഗത്തെ സൗഖ്യമാക്കുന്നു, വേദനകളെ സൗഖ്യമാക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വേദന വേരോടെ ഞങ്ങൾ പിടിതെടുക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കൈയെടുത്തേ, വേഗത്തിൽ ചെക്ക് ചെയ്ത്, മുഴയോ നീരോ കണ്ണോ എവിടെയാണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് സഹോദരങ്ങൾ എന്ന് ചെക്ക് ചെയ്ത് പെട്ടെന്ന് ചെക്ക് ചെയ്ത്. ഈ സമയത്ത് സാക്ഷ്യമുള്ളവര് മ്യൂട്ട് മാറ്റി, പൂർണ്ണ സൗഖ്യമായവര്, പകുതിയല്ല, ആശ്വാസമല്ല, അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ വിടുതലാണ്. അസാക്ഷ്യമുള്ളവര് വേഗത്തിൽ മ്യൂട്ട് മാറ്റി പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോട്ടെ.
സ്വർഗീയ നല്ല പിതാവേ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാ ദിവസവും പറയണമേ, മിറക്കിൾ മണിയെ റിലീസ് ചെയ്യണം. മിറക്കിൾ മണി എന്താ? ഈ മിറക്കിൾ മണി എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് വരുന്നതല്ല. യേശു ചെയ്ത ഒരൊറ്റ അത്ഭുതം നോർമൽ അല്ല. ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് 5 അപ്പവും 5000 പേർക്ക് വേണ്ടി കർത്താവ് മേടിച്ചില്ല. പത്രോസ് സ്ലീഹായ്ക്ക് വേണ്ടി പെട്ടെന്ന് കർത്താവ് ബ്ലേഡുകാരനെ വിളിച്ചിട്ട് പലിശക്കാരനെ അറേഞ്ച് ചെയ്ത് കൊടുത്തില്ല ടാക്സ് അടയ്ക്കാൻ വേണ്ടി. ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചെയ്ത ഒറ്റ അത്ഭുതങ്ങൾ പോലും മനുഷ്യന്റെ കരത്തിൽ നടക്കുന്നതല്ല, മിറക്കിളാണ്. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ സ്വർഗത്തിൽ നിന്ന് വല്ലതും വേണോ? മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ ഡോറുകളെ തുറന്നു പ്രാർത്ഥിക്കുന്നു. അപ്പം ആ കടഭാരത്തിന്റെ കെട്ടുകളെ അഴിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ വിതച്ച മക്കളെ അനുഗ്രഹിക്കുന്നു. മാനസിക പിരിമുറുക്കത്തിന്റെ അകത്ത് സ്വസ്ഥതയില്ലാതെ ഉറങ്ങാൻ പറ്റാത്തവരെ ഇപ്പോൾ യേശു അത് സുഖമായി ഉറങ്ങട്ടെ, സുഖമായി ഉറങ്ങട്ടെ, ഫ്രീ ആകട്ടെ. കടഭാരങ്ങൾ, മാനസിക ഭാരങ്ങൾ, തലമുറയെ പറ്റിയുള്ള ഭാരങ്ങൾ, കർത്താവ് ആകുല ചിന്തകളാൽ ഇട്ട് പൈശാചിക ലോകത്തിലേക്ക് വലിക്കാൻ നോക്കുന്ന മുഖങ്ങളെ ഓടിച്ചു മാറ്റുന്നപ്പ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. വാരി വിതറുവാൻ നന്മയുണ്ടാകും. വായ്പ മേടിക്കത്തില്ല കേട്ടോ. എല്ലാ ദിവസവും പറയണം. പിശാചു പറയും മേടിക്കും. വായ്പ മേടിക്കാതെ എങ്ങനെ ജീവിക്കുന്നത് പറയണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാക്കയെ അയക്കും. മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്ന പേഴ്സ് എടുത്തു വെച്ച്, ATM എടുത്തു വെച്ച്, പോക്കറ്റിൽ കൈവച്ച് കലിപ്പിക്കുക. ആ സറാഫാത്തിലെ വിധവയുടെ എണ്ണയ്ക്കകത്തും മാവിൻ്റെ അകത്തും ഒക്കെ നന്മ വന്നതുപോലെ നിങ്ങളുടെ മാവുകൾ വറ്റാത്ത ഉറവകളായി മാറും. യേശുവെ നന്ദി കർത്താവ്. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവര് വേഗത്തിൽ മ്യൂട്ടുകളെ മാറ്റി സാക്ഷ്യമുള്ളവര് വേഗത്തിൽ പറഞ്ഞാട്ടെ. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നവരെല്ലാം പൂർണ്ണ സൗഖ്യം. പറഞ്ഞു. നമ്മുടെ പ്രയർ കഴിഞ്ഞ വലിയൊരു അത്ഭുതം നടന്നു. എന്റെ മോനെ PR-ന്റെ ഇത് അപ്രൂവ് ആയെന്നും പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരുമായിരുന്നു. ഞാന് കഴിഞ്ഞ വർഷം നമ്മുടെ കോട്ടയത്ത് നടന്നപ്പോൾ ഞാൻ ഈ പ്രയറിനെ കുറിച്ച് പറഞ്ഞതായിരുന്നു. ആലപ്പുഴ കഴിഞ്ഞ പ്രാവശ്യം ബ്രദർ എനിക്ക് പ്രത്യേകിച്ച് ആലോചന തന്നായിരുന്നു, ഭവനത്തിൽ രണ്ടു പേരെ തൊടുന്നതായിട്ട്. അതിൽ ഒന്ന് മോൾക്ക് 5 വർഷം, മോന് തന്നെ 5 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അതിനിപ്പം 4ാമത്തെ മാസമായി. അപ്പൊ അങ്ങനെ ദൈവം വലിയൊരു അത്ഭുതം ഇന്നലെ അപ്രൂവ് ആയി എന്നും പറഞ്ഞ് ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ നടക്കണം ഇനി. എങ്കിൽ പോലും PR-ന്റെ 1 വർഷത്തിൽ മേളിലായി PR ഇല്ലാതെ. അത് സിസ്റ്റർ, അത് ഇനി സംശയം കയറുകയോ ചെയ്യരുത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് പിശാചിന്റെ ഒരു തന്ത്രം കണ്ടോ, അവന്റെ അടവ് കണ്ടോ. നമുക്കൊരു കൺഫർമേഷൻ വരുമ്പോ പെട്ടെന്ന് മനസ്സിൽ വരും, ഇനി കുറച്ചും കൂടി ഉണ്ടല്ലോ, പ്രോസസ്സിംഗ് ഉണ്ടല്ലോ. കണ്ടോ അവന്റെ പേടിപ്പീരി കണ്ടോ. പറയണം, ഇല്ല, കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ സംശയം നമ്മുടെ അകത്തിടാൻ നോക്കുന്ന തന്ത്രമാണ്. ഇത് വലിയൊരു സാക്ഷ്യമാണ് സഹോദരി പറഞ്ഞത്. 2 കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞു. 2 അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്ന പരിശുദ്ധാത്മാ പ്രവചനത്തിലൂടെ സംസാരിച്ചു. 5 വർഷമായിട്ട് തലമുറ ഇല്ലാതിരിക്കുമായിരുന്നു. ദൈവം ഉദരം തുറന്നു. മകന്റെ വിഷയത്തിന്റെ അകത്ത് നാളുകളായിട്ടുള്ള പ്രാർത്ഥന വിഷയമായിരുന്നു. കർത്താവ് അത് ഇടപെട്ടു. 2 തലമുറകളെയും 2 വിഷയങ്ങളെയും ദൈവം. ഇനി ഇത് പോരെ കേട്ടോ. പറഞ്ഞു കർത്താവ് ലോകത്തിന്റെ അറ്റത്തോളം പോയി സാക്ഷ്യം പറയേണ്ടവരാ. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദറെ, പറഞ്ഞോ. പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വലത്തെ കൈ അടക്കാൻ മേലാത്ത വേദനയാ ബ്രദറെ. സിസ്റ്റർ കൈ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ കൈയുടെ വേദന മാറാൻ വേണ്ടിയുള്ള വില യേശു കൊടുത്തു. പറഞ്ഞ് സൗഖ്യം എന്റെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ വേദനകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. സൗഖ്യം ഞങ്ങളുടെ ആവശ്യമല്ല, അവകാശമാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ പൂർണ്ണ സൗഖ്യം അനുഭവിക്കുന്നവര്, ദൈവിക ആലോചനയുടെ നിവൃത്തി വെളിപ്പെട്ടവര്? പറഞ്ഞു. കഴിഞ്ഞ ദിവസം എന്റെ തൊട്ടടുത്ത വീട്ടിലെ യദുവിന്റെ ഒരു ആലോചന ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം യദുവിന്റെ അമ്മ വന്ന് അന്ന് എന്നോട് സങ്കടം പറഞ്ഞെന്ന് ഞാൻ അന്ന് ബ്രദറിനോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്നിപ്പോ എന്നോട് വന്ന് പറഞ്ഞു 3-4 ദിവസമായിട്ട് ഈ യദുവിന്റെ വൈഫ് നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല സമാധാനം കുടുംബത്തില് ഉണ്ടായെന്ന് വന്ന് പറഞ്ഞെന്നോട്. നന്ദി കർത്താവ് കൊണ്ട്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കൊണ്ടോ കർത്താവ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ആമേൻ. ബ്രദറെ പറഞ്ഞോട്ടെ. പറഞ്ഞോ. കൊല്ലത്തെ പ്രാർത്ഥനയിൽ ഞാൻ വന്നിരുന്നു. ആ അപ്പോ മോളായ കൃപയെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞു. ആ പക്ഷെ മോൾ അതിനുശേഷം നല്ല മകളായി ദൈവം തൊട്ടു. നല്ല സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം, നല്ല ഇതായി. ഓ, ഇപ്പൊ അതായത് ജൂൺ കൊല്ലത്തെ പ്രാർത്ഥന വെച്ച് ദൈവാത്മാവ് സംസാരിച്ചു. കൃപ മോളെ സിസ്റ്റർ അല്ലേ? അതെ മോളെ ആ കൃപയുടെ പേര് വെളിപ്പെടുത്തിയിട്ട് തമ്പുരാൻ ആ പറഞ്ഞു തൊടുവാന്ന് പറഞ്ഞു. അതിനുശേഷം ആ, അവൾ ആള് മാറിയവളെ പോലെ ആയല്ലേ? അതെ 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 ഓ അതെ കർത്താവെ, അങ്ങേക്ക് സ്തുതി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ആ തിരുവനന്തപുരത്തെ പ്രാർത്ഥനയിൽ ഞാൻ വന്നിരുന്നു. ഉം അപ്പോൾ വീടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബ്രദർ എനിക്ക് പൈസയൊക്കെ എനിക്ക് പ്രാർത്ഥിച്ചു തന്നായിരുന്നു. ഉം ഇപ്പം ഒരു വീടിനിപ്പം പോയി ടോക്കൺ അഡ്വാൻസ് കൊടുത്തു. ഉം ഇനി ബുധനാഴ്ച അഡ്വാൻസ് കൊടുക്കുകയാണ്. വീടിന്റെ പൈസ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും ദൈവം നടത്തി തരുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് വഴി തുറക്കുന്ന സിസ്റ്ററെ, അത്ഭുതകരമായി തന്നെ നടക്കും. വൻ കാര്യങ്ങളെ ചെയ്യും. അത് വലിയൊരു ഫിനാൻസിന്റെ മേഖലയെ തുറന്നാ തന്നിരിക്കുന്നത് കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ പറഞ്ഞോ. ഹലോ പറഞ്ഞോ. ഇന്നലത്തെ കാര്യം പറയുന്നത്. ഇന്നലെ ഞാൻ സൂമില് മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കിടന്നു ഉറങ്ങാനായിട്ട് കിടന്നപ്പോൾ കാല് മൊത്തം നല്ല കഴപ്പും വേദനയുമായിട്ട് വളരെ പ്രയാസപ്പെട്ട് ഞാൻ തൈലമൊക്കെ ഇട്ടിട്ട് ഒട്ടും കുറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു വചനം പറഞ്ഞു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ എൻ്റെ യേശു വഹിച്ചു, വേദനകളെ എൻ്റെ യേശു ചുമന്നു, അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, അക്രമങ്ങൾ നിമിത്തം തകർക്കപ്പെട്ടു. യേശു എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി, തിരുമുറിവിനാൽ സൗഖ്യം വന്നു, അടിപ്പിണരാൽ സൗഖ്യം വന്നു എന്ന് പറഞ്ഞ് ഒരു 10 പ്രാവശ്യം പറഞ്ഞപ്പോഴേക്ക് അത് എല്ലാം നല്ലതുപോലെയായി. ഞാൻ സുഖമായിട്ട് ഉറങ്ങി ബ്രദറെ. ഇപ്പൊ വേദന ഉണ്ടോ? ഇല്ല, അതിനുശേഷമേ ഇല്ല. ഇത് അത്ഭുതമാണ്. കേട്ടെ, സഹോദരി പറഞ്ഞു വേദനയാൽ ഭാരപ്പെടുമായിരുന്നു. കർത്താവിന്റെ നാളെ പറഞ്ഞത് ആ വചനം അങ്ങോട്ട് പറയുമ്പോ തന്നെ കണ്ടോ, വചനം പറയുമ്പോ തന്നെ പിശാചിന് മനസ്സിലാവും ഈ വ്യക്തി സൗഖ്യവുമായിട്ടേ പോകത്തുള്ളൂ. കണ്ടോ, നമ്മൾ പ്രാർത്ഥനാർക്ക് പറയും, പിശാച് പറയും പറഞ്ഞു. പക്ഷെ വചനം പറയും. നോക്കിയ സഹോദരി വേദനയ്ക്കകത്തുനിന്ന് പറഞ്ഞു, കർത്താവിന്റെ അടിപ്പിണരാലേക്ക് സൗഖ്യം വന്നിരിക്കുന്നു, കർത്താവിന്റെ രോഗത്തെ വഹിച്ചു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ കർത്താവ് വേദന, വചനത്തിന്റെ ശക്തി അങ്ങോട്ട് നടന്നപ്പോ തന്നെ അത്ഭുതം ഇറങ്ങി. ഗോഡ് ബ്ലെസ് യു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കുന്നതിന്. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ചാടി പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. എൻ്റെ നടുവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 വർഷമായി. പക്ഷെ എനിക്ക് ഇരുന്നങ്ങനെ പ്രാർത്ഥനയിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ കിടന്നുകൊണ്ടൊക്കെ പകുതി കേട്ടു. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് നടു കഴിച്ച് കിടക്കാൻ പറ്റും. കിടന്ന ഞാൻ കേട്ടോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ അന്യഭാഷയിലും 3 മണിക്ക് തൊഴിലൊക്കെ 1 മണിക്കൂർ നേരം ഇരുന്നാലും എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ദൈവം എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനുള്ള ഒരു ശക്തി തന്നു. ഇപ്പൊ ആ ബുദ്ധിമുട്ടും വേദന അവിടെ ഇല്ല. ഇപ്പൊ ഇരിക്കുമ്പോ ഉള്ള ആ ബുദ്ധിമുട്ടുകളില്ല. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. നേരത്തെ 10 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. 10 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല. ഇത് കർത്താവിന്റെ കാലിനൊന്നും അങ്ങനെ കുറവ് കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ശക്തി. എന്റെ സിസ്റ്ററെ, അതെന്നാന്നറിയോ, നമ്മൾ ഈ ദിവസങ്ങളിൽ ആ നദി അങ്ങോട്ട് ഒഴുക്കുക. എന്റെ കർത്താവ് എന്നെ അപ്പൊ നമ്മളെന്നറിയോ, നടുവേദന. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്തായിരുന്നു? 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുന്നില്ലെന്നല്ലേ? അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? നടുവിനെ തൊട്ട് പറഞ്ഞു, കർത്താവ് 10 മിനിറ്റ് മാത്രം പോലെ എന്റെ കാലുകളും സുവിശേഷവുമായിട്ട് ഞാൻ ഓടാൻ റെഡിയാണ്. എന്റെ കാലുകളുടെ മേലേക്കും ആ ബലം ഒന്ന് വ്യാപരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ നടുവിനെ പ്രാർത്ഥിക്കാൻ ഇരുത്തിയതുപോലെ തന്നെ കാലിനെ സുവിശേഷത്തിന് വേണ്ടി ഒരുക്കും. കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദർ ആലോചന പറഞ്ഞിട്ട് മോള് ജർമ്മനിക്ക് പോയായിരുന്നു. പോയിട്ട് ഇപ്പൊ 6 മാസം കഴിഞ്ഞു ബ്രദറെ. അപ്പൊ പോയിട്ട് മോൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ ലഭിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ശക്തമായി പ്രാർത്ഥിച്ചു ബ്രദറെ. ഇന്നലെ മോൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടി. ഇന്റർവ്യൂ പാസ്സായി. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ കിട്ടി ബ്രദറെ. നന്ദി കർത്താവേ. ആമേൻ. നന്ദി കർത്താവേ. അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ അയ്യോ ബ്രദറെ ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞോ. ബ്രദറെ ഇന്നലെ ഒരു മാസമായിട്ട് എനിക്ക് ഭയങ്കര വയറിളക്കായിരുന്നു. ഞാനിപ്പോ പ്രെയർ റിക്വസ്റ്റ് ഒന്നും ഞാൻ ഇട്ടില്ല. അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് കുറയുന്നില്ല. ഇന്നലെയൊക്കെ എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു, ഇന്നലെ പകലൊക്കെ. അപ്പൊ ഇന്നലെ രാത്രിയിൽ ഞാൻ ബ്രദറിന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട്, എനിക്കത് ഞാൻ പ്രാർത്ഥിച്ചിട്ടും കുറയുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് വയറിളക്കാണ്. ബ്രദർ ഞാൻ നേരം വെളുത്തപ്പോ ബ്രദറിന്റെ ഒരു പ്രെയർ ഉണ്ടായിരുന്നു, എനിക്ക് പിടിച്ചു കെട്ടിയതുപോലെ അത് നിൽക്കട്ടെ. അതിന് ശേഷം എനിക്ക് വയറിളക്കം ഉണ്ടായിട്ടില്ല. ഓ, ഞാൻ ഇന്നലെ കണ്ട രാത്രി, ഇവിടുത്തെ രാത്രിയിലാണ് ഞാനത് കാണുന്നത്. എനിക്കൊന്ന് അവിടെ ഒത്തിരി പാതിരാത്രിയിലായിരുന്നു. അതിനുള്ളത് കർത്താവ് പറഞ്ഞത് ഞാൻ അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് വെളുപ്പാങ്കാലത്ത് ഒരു 3-4 ആഴ്ചയായിട്ട് ഇരുന്ന സമയത്ത് എനിക്ക് ഉറക്കളച്ചപ്പോൾ ആണോ എന്തോ, ആ സമയം മുതൽ എനിക്ക് പിന്നെ എനിക്കത് ചെയ്യാനേ പറ്റുന്നില്ല. അന്നേരം മുതൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വയറിളക്കം. അപ്പൊ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ആന്റിബയോട്ടിക് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ സ്കാൻ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ പോകാതിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ഒട്ടും കുഴപ്പമില്ല, ബുദ്ധിമുട്ട് മാറി. ബുദ്ധിമുട്ട് നന്നായിട്ട് മാറി. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും 2 സൈഡ് വയറുവേദനയും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴേ വയറിളക്കം ഉണ്ടാവും. അങ്ങനെയായിരുന്നു. ഞാൻ ഒരുപാട് ആ രോഗശക്തി ഇറങ്ങിപ്പോയത് കേട്ടോ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി ഉറപ്പാക്കി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഞാൻ അമ്മണിയാലിന്ന് പറഞ്ഞ ഡിവേഴ്സാണ്. എനിക്ക് കുറച്ചു മുമ്പേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആലോചന വന്നതാ, ഉരുക്കിപ്പെട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. അത് ഒന്ന് പ്രാർത്ഥിക്കുമോ? തീർച്ചയായിട്ടും. ആലോചന വെളിപ്പെട്ടപ്പോൾ തന്നെ ആ കുരി കഴിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോ കേട്ടോ. ദൈവത്തിന്റെ വലിയ അത്ഭുത കാര്യം ഇന്ന് വെളിപ്പെടുക കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞു ബ്രദറെ. ഇന്നലെ രാത്രി ഞാൻ ഒരു 4 മണിയായപ്പോ ഉണർന്നു, നല്ല രീതിയിൽ ഉണർന്നു. അപ്പോഴ് ഞാൻ അന്യഭാഷ പറയുകയും ബൈബിള് വായിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ആയപ്പോ ഞാൻ പടിയിന്ന് സ്ലിപ്പായി അങ്ങ് മുറ്റത്തങ്ങ് വീണ് 2 മുട്ടും ഇടിച്ച്. എങ്ങനെയാന്നറിയത്തില്ല, എനിക്ക് ഒരു താങ്ങ് പോലെ, ആ 91 സങ്കീർത്തനം പറയുന്നത് പോലെ തന്നെ ഇന്നും എന്നെ കൈകളിൽ വഹിച്ച് ആ ഒരു ഇതും വരാതെ, ഒരു അനർത്ഥവും വരാതെ ദൈവം കാത്തു. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ പല പ്രാവശ്യങ്ങളിലും എന്നെ രാത്രി ഇങ്ങനെ ദൈവം ഉണർത്തി അന്യഭാഷ പറയുമായിരുന്നു. അന്നൊക്കെ ഞാൻ ഉണർന്നിരുന്ന് ഇങ്ങനെ അന്യഭാഷ പറയും. പക്ഷെ പെട്ടെന്ന് പല അനർത്ഥങ്ങളിൽ നിന്നും എന്നെ ദൈവം രക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ഒരനർത്ഥവും വരത്തില്ല, ഒരു ബാധയും നമ്മുടെ കൂടെ തടുക്കത്തില്ല കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ ഖത്തറിലാണ്. ഞങ്ങള് ID എന്റെ എക്സ്പയർ ആയിരുന്നു. അപ്പൊ ഞാൻ സ്പോൺസറിനോട് പറഞ്ഞപ്പോഴ് പുള്ളി ഔട്ട്സൈഡ് കൺട്രി ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, പൈസ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നീ അത് PROയുടെ കൊടുത്താൽ മതി, റിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ എന്റെ കയ്യിലൊന്നും ഇല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുമല്ലോ ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോ, അങ്ങനെ ആലോചിച്ചപ്പോ തന്നെ പെട്ടെന്ന് മനസ്സിൽ വന്നു, അയ്യോ എന്റെ കയ്യില് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ പൈസ. എന്നിട്ട് നമ്മൾ ഓരോ മാസം കിട്ടുന്ന പൈസയിൽ കുറച്ച് സേവ് ചെയ്യുമല്ലോ, അത് മാറ്റി വെച്ച ബിഗ് ബാങ്ക് പോലെ. കറക്റ്റ് അത് എത്ര ഉണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ അത് തുറന്നു നോക്കിയപ്പോ കറക്റ്റ് റിന്യൂ ചെയ്യാനുള്ള ക്ലിയർ പൈസ അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ അത് ചെയ്യാൻ പറ്റി. അതവർ തക്ക സമയത്ത് ദൈവം നമുക്ക് ഒരുക്കുമെന്ന് പറഞ്ഞത് ബ്രദർ, അത് ഇതിന്റെ കൺഫർമേഷൻ ആണ്. ഗോഡ് ബ്ലസ് യു. ഇനി അനേക ഇടങ്ങളിൽ ആ ബ്രേക്ക് ത്രൂ പറഞ്ഞോളെ, എല്ലാ ദിവസവും പറഞ്ഞോളെ മിറക്കിൾ മണി കാണും. ഞാൻ വായ്പ മേടിക്കത്തില്ല, യേശുവിന്റെ സാക്ഷിയാകും കേട്ടോ. ഗോഡ് ബ്ലസ് യു. അതുപോലെ ബ്രദർ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജോലി ഇല്ലായിരുന്നു. അതായത് ഇവിടുത്തെ കണ്ടീഷൻ വെച്ചിട്ട് വിസയുണ്ട്, വേറെ നോക്കിക്കോ എന്ന് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ജോലിയൊന്നും കിട്ടാതിരിക്കുമായിരുന്നു. അപ്പം ഇപ്പൊ ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ എഴുതി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, വചനം എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇന്ന് ഉച്ചയായപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ സംസാരിച്ചായിരുന്നു ഇങ്ങനെ. അപ്പൊ ഇന്ന്
അവരെ വിളിച്ചിട്ട് കൺഫേം ചെയ്തു, വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. ഓ ഗോഡ് ബ്ലസ് യു. അതൊക്കെ പ്രൊസീജിയർ ബാക്കിയുണ്ട്, എന്നാലും ഒരു കൺഫർമേഷൻ കിട്ടി. ദൈവം അത്ഭുതമാക്കി മാറ്റുന്നത്. ധൈര്യമായിട്ടിരിക്കുക. ഇനിയും കർത്താവ് പിന്നെ എപ്പോഴും നമ്മൾ നിൽക്കുന്ന രാജ്യത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഞാൻ പറയാം, നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തായിരുന്നു പറഞ്ഞാൽ കർത്താവ് എന്നെ രാജ്യത്ത് ആക്കി വെച്ചതാണ്, ഞാനിവിടെ ഫലം കായ്ക്കുമെന്ന് എല്ലാ ദിവസവും പറഞ്ഞാൽ നന്മ നമ്മുടെ പുറകെ വരും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദർ. പറഞ്ഞു ബ്രദർ. എനിക്കൊരു കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഒരു സ്വപ്നം കാണുമായിരുന്നു ബ്രദർ. കാരണം സുവിശേഷം അറിയിക്കാനായിട്ട് പോകുന്നുണ്ട് ബ്രദറും ഞാനും സിസ്റ്റർ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാനും ഉണ്ട് ആ കൂട്ടത്തില്. ഒരു ഗ്രാമപ്രദേശമാണ്, കുന്നിൽ ഇങ്ങനെ കയറി വീട്ടിലേക്ക് പോകുന്നു. ഞാനും ഓടി കയറി വരുന്നു, നിങ്ങളുടെ ഒപ്പം വരുന്ന അവരോട് സുവിശേഷം പറയുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 2 ദിവസം എനിക്ക് കാണാൻ എനിക്കത് ഭയങ്കരമായിട്ട് ഉള്ളിൽ സന്തോഷം തോന്നി. ദൈവം ഇപ്പൊ നോക്കുമ്പം ഒത്തിരി ശരീരത്തിൽ മാറ്റങ്ങൾ തന്നു ബ്രദർ. കഴിഞ്ഞ സാധാരണ വർഷങ്ങൾ നോക്കുമ്പോൾ ഈ സമയങ്ങളില്ല, ഒത്തിരി വേദന. ഇപ്പൊ എന്റെ ശരീരത്തില് വേദന എന്ന് പറയുന്നത് ഇല്ല. ദൈവം ഒത്തിരി മാത്രം അനുഗ്രഹിച്ച് എന്നെ അനുദിനം ബലപ്പെടുത്തുന്ന നോക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞോണം. ഞാൻ പോയി എല്ലായിടത്തും പോയി സുവിശേഷം പറയും തന്നെ പ്രഖ്യാപിച്ചോണം കേട്ടോ സിസ്റ്ററെ. അതുപോലെ തന്നെ കർത്താവിന്റെ നാമത്തിൽ ദൈവം ചെയ്യും. ആ ദർശനം ഞാൻ ബ്രദർ, ഞാൻ 2014 ജോലി നിർത്തിയതാ. ഇനി എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ബ്രദർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്നൊക്കെ ബ്രദർ പറയുമ്പോഴും ഞാൻ അതിനോട് പ്രാർത്ഥിക്കുകയാണ് ബ്രദർ. എല്ലാം നമുക്ക് പോയതിനു ശേഷം ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു. കാരണം എനിക്ക് വീട്ടിൽ ഇരുന്ന് ഒരു അച്ചാറിന്റെ ഒരു ബിസിനസ് സംരംഭം ചെറുതായിട്ട് തുടങ്ങാൻ പറ്റും. ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. ഒരുപാട് പേര് അത് എടുക്കാനും കൊടുക്കാനും ഒക്കെ സഹായിച്ചു. അതില് ദൈവം അനുഗ്രഹിക്കുന്ന ഓർക്കുമ്പം ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും മിസ്റ്റർ, കർത്താവ് നമ്മളെ ഇനിയും ഇനിയും വളർത്തും. അസാധാരണമായ ദൈവം നമ്മളെ വളർത്തും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. പത്മിനി എന്ന് പറയുന്ന ഡിവൈഡ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും അത് കർത്താവ് അത്ഭുതമാക്കി തന്നെ മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞോ പാസ്റ്റർ. ഇന്ന് രാവിലെ താഴെ വീണിട്ട് ഊര വേദന എടുക്കുന്നു പാസ്റ്റർ. ഒരു വീക്കം പോലെ ഇരിക്കാനാകുന്നില്ല. വല്ലാത്ത ഒരു കഷ്ടപ്പാടായി പോയി പാസ്റ്റർ. കൈ വെച്ച് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ കൈ എടുത്തു വെച്ച് കർത്താവായ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ കൽപ്പിക്കുന്നു, പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ശരീരത്തിന്റെ അകത്ത് അത്ഭുതമായി തീരട്ടെ, അത്ഭുത വിടുതലിനെ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്യുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തുതിച്ചാട്ടെ. നാളെ ചിലപ്പോഴാണെങ്കിൽ നമുക്ക് ഡേ ടൈമിൽ അന്യഭാഷാ പ്രാർത്ഥന നമുക്ക് സാധാരണ നമുക്ക് പകലിൽ പ്രയറിന് മുമ്പാണ്, രാത്രിയിൽ. അതിന് മുമ്പ് ഒരു അന്യഭാഷാ പ്രാർത്ഥനയിൽ ജസ്റ്റ് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൺഫേം അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾ നോക്കുക, വാട്സാപ്പിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ. ഇല്ല എങ്കിൽ ഞാൻ മെസ്സേജ് അയക്കത്തില്ല. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അന്യഭാഷ നമ്മുടെ പ്രെയർ മീറ്റിംഗ് നോർമലായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു എക്സ്ട്രാ പ്രെയർ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം, അറിയിക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.